ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് മുൻപ് പൊയ്പോയ പ്രതാപത്തെ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് സമരാഗ്നിയുമായി കോൺഗ്രസ് ഇറങ്ങിപ്പുറപ്പെട്ടത്. തുടങ്ങുന്നതിന് മുൻപ് ആര് നയിക്കുമെന്ന തർക്കം. ഒടുവിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചാകാമെന്ന തീരുമാനത്തിലേക്ക് എത്തി. നേതാക്കളുടെ കൂട്ടായ്മ എന്നൊക്കെ വ്യാഖ്യാനിച്ചു വരുമ്പോഴേക്കും ആലപ്പുഴയിൽ കലമിട്ടുടച്ചു KPCC അധ്യക്ഷൻ. പച്ചത്തെറിയുടെ എഫക്റ്റ് ഒരുവിധം മറികടന്നു വരുമ്പോഴേക്കും സമരാഗ്നി ഇങ്ങ് തലസ്ഥാനത്തെത്തി. സമാപനത്തിൽ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന കസേരയെ നോക്കി കെ സുധാകരൻ നീരസം പ്രകടിപ്പിക്കുമ്പോഴേക്കും ബുദ്ധിപൂർവ്വം ഇടപെട്ടു VD സതീശൻ. അവിടം കൊണ്ട് തീരുമെന്ന് കരുതിയപ്പോഴാണ് ഉന്തിന്റെ കൂടെ ഒരു തള്ളും എന്ന മട്ടിലെ പാലോട് രവിയുടെ ദേശീയഗാനം. എന്തായാലും എല്ലാം കഴിഞ്ഞ് മുൻപേ പറഞ്ഞിരുന്നതുപോലെ സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒന്നുകൂടി അതേ മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലാണ് പല എംപിമാരുടെയും പ്രകടനമെന്ന് ഓർമ്മിപ്പിക്കുന്നു സുനിൽ കനകോലു. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ചവർ എന്തെങ്കിലും മണ്ഡലത്തിന് വേണ്ടി ചെയ്തോ എന്ന് പരിശോധിക്കേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പിങ് എത്തുമ്പോഴാണോ എന്ന് ചോദിച്ചാൽ ഏത് കനകോലു, ഏത് റിപ്പോർട്ട് എന്നൊക്കെ ചോദിക്കും പ്രതിപക്ഷ നേതാവ്. എല്ലാ മണ്ഡലത്തിലും സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിൽ നിന്നും അവസാന നിമിഷം കോൺഗ്രസ് പിന്നോട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? പൊന്നാപുരം കോട്ടകൾ മാറി പരീക്ഷിക്കാനുള്ള ലീഗ് തീരുമാനത്തിന് പിന്നിലെ കാരണമെന്ത്? മോദിയിലൂടെ ദക്ഷിണേന്ത്യ പിടിക്കാൻ ലക്ഷ്യമിടുകയാണോ BJP? തെരഞ്ഞെടുപ്പ് തീയതിക്കും എത്രയോ മുമ്പുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ എന്ത് നേടാനായി LDF-ന്? സമഗ്രമായി പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. അതിഥികളായി N പ്രകാശൻ മാസ്റ്റർ CPIM-ൽ നിന്നും, ജിൻഷാദ് ജിന്നാസ് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, റിഞ്ചു മഹാദേവ് BJP നേതാവ് എന്നിവരാണ്. ജിൻഷാദ, കനകോലു റിപ്പോർട്ടൊക്കെ പൂർണ്ണമായും തെള്ളുന്നുണ്ട് VD സതീശൻ. എങ്കിലും ഈ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ ദൃശ്യങ്ങളായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആദ്യഘട്ടത്തിൽ എല്ലായിടത്തും സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്ന തീരുമാനമായിരുന്നു. കണ്ണൂരും വയനാടും ആലപ്പുഴയും ഒക്കെ അപ്പോഴും വ്യത്യസ്ത കോണുകളായി കേന്ദ്രങ്ങളായി നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ അങ്ങനെയൊന്നുമല്ല. സിറ്റിംഗ് എംപിമാരെ പലരെയും മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം ആ മണ്ഡലത്തിന്റെ എംപിമാരായിരുന്നവരെ വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ ധൈര്യമില്ലാത്തത് കോൺഗ്രസിന്? അക്ഷിത, നിങ്ങൾ കൈരളിയുടെ ന്യൂസ് സെൻറ്ററിലോ AKG സെൻറ്ററിലോ എന്തെങ്കിലും കഥയുണ്ടാക്കിയിട്ട് ആ കഥയും അതിൽ മറുചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ CPM-ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം CPM-ന് കേരളത്തിൽ മാത്രം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് രാജ്യം മുഴുവനുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം ക്രോഡീകരിച്ച് ഒരുമിച്ചായിരിക്കും പ്രഖ്യാപിക്കുന്ന സാഹചര്യം. അത് പണ്ടും അങ്ങനെയാണ്. ഞങ്ങളുടെ സിറ്റിംഗ് എംപിമാർ മത്സരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്നില്ല എന്നത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥയായിട്ട് എനിക്കതിനെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ തവണ ജിൻഷാദ് മനസ്സിലാക്കേണ്ടത് ഇത്തരം വാർത്തകൾ കൈരളിയിൽ മാത്രമല്ല വരുന്നത് എന്നുള്ളതാണ്. ജിൻഷാദ് കൈരളി മാത്രമാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അത് മറ്റൊരു കാര്യം. പക്ഷേ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ഒന്നുപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നമ്മൾ കേൾക്കുന്നതാണ് സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കേണ്ട എന്ന് കനകോലു നിർദ്ദേശിച്ചു എന്നുള്ളത്. ഏറെക്കുറെ എല്ലാ സിറ്റിംഗ് എംപിമാരും മത്സരിക്കുമെന്നുള്ളത് മുൻപ് തന്നെ UDF നേതാക്കൾ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നതായിരുന്നല്ലോ. സുധാകരൻ ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവസാനമാകുമ്പോഴാണ് ആ തീരുമാന മാറ്റം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തിപ്പോൾ KPCC പ്രസിഡന്റ് നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വേണമെങ്കിൽ മാറി നിൽക്കാം, മത്സരിക്കാൻ താല്പര്യക്കുറവൊക്കെ. പക്ഷേ AICC നിർബന്ധിച്ചാൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നെയാണ് മുഴുവൻ എംപിമാരുടെയും നിലപാട്. പാർട്ടി പറഞ്ഞാൽ അവരൊക്കെ മാറി നിൽക്കും. അതല്ല, പാർട്ടി മത്സരിക്കാനാണ് പറയുന്നതെങ്കിൽ അവർ മത്സരിക്കും. പിന്നെ കഴിഞ്ഞ 5 വർഷത്തെ എംപിമാരുടെ വികസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറയാം. അതിൽ ഒരു 2.5 വർഷമാണ് എംപിമാർക്ക് അവരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. കോവിഡിൻ്റെ സമയത്ത് കേരളത്തിലെ പിണറായി വിജയൻ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ മോദി ചെയ്തു. അതുപോലെ മോദി എന്താണോ ചെയ്തത് അത് തന്നെ പിണറായി വിജയനും ചെയ്തിട്ടുണ്ട്. MLA-മാരുടെ ആസ്തി വികസന ഫണ്ടൊക്കെ വെട്ടിച്ചുരുക്കി. ഇത് തന്നെ മോദി MP-മാരുടെയും ആസ്തി വികസന ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ ചെയ്യേണ്ട വികസനങ്ങൾ അവർക്ക് ആർക്കും, ഈവൻ ഈ പറയുന്ന CPM-ൻ്റെ ആരിഫിന് പോലും പറ്റിയിട്ടില്ല. കാരണം
ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് ഉള്ളത് കൊണ്ടാണ്. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ചുരുങ്ങിയ സാഹചര്യത്തിൽ പോലും UDFൻ്റെ MP-മാർ അതിമനോഹരമായിട്ടാണ് കേരളത്തിലെ വികസനം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം പാർലമെൻറ്റിലെ ഹൈബി ഈഡൻ, തൊട്ടപ്പുറത്ത് ചാലക്കുടിയിലെ നമ്മുടെ ബെന്നി ബെഹനാൻ MP, തൊട്ടപ്പുറത്ത് ഡീൻ കുര്യാക്കോസ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനങ്ങളാണ് ഡീൻ കുര്യാക്കോസൊക്കെ മൂന്നാറും ഇടുക്കിയിലും പ്രളയാനന്തര കേരളത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. വികസനം നമ്മൾക്ക് കൺമുന്നിൽ കിടക്കുന്നുണ്ട്. ഹൈബി ഈഡൻ്റെ വികസനം നമുക്ക് എണ്ണി പറഞ്ഞാൽ ഈ സമയം പോരാണ്ട് വരും. ഞാൻ അതുകൊണ്ട് അത്തരത്തിൽ ലിസ്റ്റിലേക്ക് കടക്കുന്നില്ല. കാരണം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ നമ്മളത് കൃത്യമായി എണ്ണമിട്ട് പറയും. അതിലൊരു തർക്കവും വേണ്ട. പിന്നെ ഈ കനകേലുവിൻ്റെ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ CPM-ന് കുറേ നാളുകളായിട്ട് വായിൽ വരുന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് കനകേലുവാണ്. അതിപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏത് ചർച്ചകളിൽ പോയാലും ഏത് CPM-ൻ്റെ നേതാവിനോട് സംസാരിച്ചാലും കനകേലു എല്ലാവരും നിങ്ങൾക്ക് വേറൊന്നും ഇവിടെ പറയാനില്ല. നിങ്ങൾക്ക് ഈ CPM-നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സഹപാനലിസ്റ്റായിട്ടുള്ള CPM-ൻ്റെ പ്രതിനിധിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിധി എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ള വിലയിരുത്തലായിരിക്കുമെന്ന് ആർജവത്തോടെ പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്ഷനിൽ ഒന്ന് പറയട്ടെ. ഇനി പോട്ടെ, താങ്കളിപ്പോൾ എന്തായാലും CPM-ൻ്റെ ചാനലായിട്ടുള്ള കൈരളിയുടെ അവതാരികയാണല്ലോ, താങ്കൾക്ക് ആർജവത്തോടെ ഒന്ന് പറയാൻ പറ്റുമോ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സംസ്ഥാനത്തിൽ? ഒരു മിനിറ്റ് ജിൻഷാദ് 2-3 കാര്യങ്ങൾ പറഞ്ഞു പോയി, അതിൽ 1-2 മറുപടി പറയട്ടെ. ഒന്നാമത്തെ കാര്യം, എല്ലാ മണ്ഡലങ്ങളിലെയും MP-മാരുടെ പ്രകടനം മോശമാണ് എന്നുള്ളത് കനകൂലിന് പോലും അഭിപ്രായമില്ല. എണ്ണി പറയുന്നുണ്ട് മണ്ഡലങ്ങൾ. പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, ഇത്തരം മണ്ഡലങ്ങൾക്കാണ് പ്രശ്നമെന്ന് പറയുന്നു. 2 ജിൻഷാദ് പറഞ്ഞത് എന്ത് പറഞ്ഞാലും കനകോലു എന്ന് പറയുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഈ കനകോലു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും മീറ്റിങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ സാധാരണ യുക്തി മതി, ബുദ്ധി മതി. ഇനി മൂന്നാമത്തെ വിഷയം, അതാണ് ജിൻഷാദ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം. ജിൻഷാദ് ചോദിച്ചു, ഇപ്പോൾ ദേശീയ വിഷയങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതിൻ്റെ ഒരു പ്രസക്തി ചോദിച്ചല്ലോ. അങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു MP-യോട് മാധ്യമങ്ങൾ ചോദിച്ചു. അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നൊന്ന് കേൾക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നിങ്ങൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ ചോദിക്കുക? എന്താ MP ചെയ്യുന്നല്ലേ ചോദിക്കുക? നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമല്ലേ ചോദിക്കുക? അല്ല ഞാൻ പ്ലീസ് ഞാൻ പറഞ്ഞത് ഞാൻ ജനപ്രതിയാ. ജിൻഷാദ്, രാഘവന്റെ പ്രതികരണമാണ് കേട്ടത്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അത്തരം വിഷയങ്ങൾ ചർച്ചയല്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP. അപ്പോൾ ജിൻഷാദ് പറഞ്ഞതുമായിട്ട് കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതിന് ജിൻഷാദ് പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് കോൺഗ്രസിന്റെ MP-മാർ എല്ലാവരും എത്തുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും എത്തുന്നില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷത്തിലുള്ള സൂചനയാണിത്. ഞാൻ വരാം ജിൻഷാദ്, അടുത്ത ഘട്ടത്തിൽ ജിൻഷാദിലേക്ക്. ആ വിഷയം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ മണ്ഡലങ്ങൾ മാറ്റി സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയെന്ന് കേൾക്കുന്നത്. ഒരു പിടി നല്ല നേതാക്കളെ അവതരിപ്പിച്ചു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നേട്ടമായി കാണുന്നുണ്ടോ LDF? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഭരണം സംബന്ധിച്ചും ആ ഭരണത്തോട് കോൺഗ്രസും BJP-യും സ്വീകരിക്കുന്ന നിലപാട് സംബന്ധിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം ഈ കാലത്ത് ഞങ്ങൾ നടത്തുകയുണ്ടായി. ഗവൺമെൻറ് ലെവലിൽ നവകേരള സദസ്സ് എന്നുള്ള പേരിലും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റുമെല്ലാം ചേർന്ന് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും അതിന് കോൺഗ്രസ് നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം, ഈ 2 കാര്യങ്ങളെയും കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭയാത്ര കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ചത്. അത് എത്രമാത്രം വേഗത്തിലാണ് ചീറ്റിപ്പോയത് എന്നുള്ളത് അതിന് തുടക്കം മുതലേ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് അതിൻ്റെ സമാപന പരിപാടിയിൽ സുധാകരൻ ഒരുപാട് നേരം സംസാരിച്ചത് ഇത്തരം പരിപാടികളിൽ ഒന്ന് ഇരുന്ന് കേൾക്കാൻ കോൺഗ്രസിൻ്റെ അടികൾ സന്നദ്ധമാകണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ എത്രമാത്രം വലിയ നിലയിലുള്ള ഒരു ഒറ്റപ്പെടലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്നത് എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് ആവശ്യമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ശത്രുതാപരമായ നിലപാട് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നു. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഇന്ത്യയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിപ്രധാനമാണ്, ഈ കാര്യം സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ സംസാരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ അനുകൂലമായ മുന്നേറ്റമുണ്ട്.
ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് ഇരട്ടിയായത് വെറുതെയല്ല, കോൺഗ്രസിൻ്റെ സീറ്റ് പാതിയായി പോയത് വെറുതെയല്ല. ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നുള്ളതിന് മേലെയാണ്. എന്നാൽ അത്തരം ഒരു വിഷയത്തിൽ കൃത്യമായ നിലക്ക് തന്നെ ജനങ്ങളുടെ ചിന്തയെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ നടത്തിയ ശ്രമത്തോട് എന്താ കോൺഗ്രസിൻ്റെ പ്രതികരണം? കോൺഗ്രസ് അക്കാര്യത്തിൽ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടെന്താ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബദൽ പരിപാടി മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പോകുന്നുവെന്ന് മാത്രമല്ല, ഇവിടെ നിരവധി പാർട്ടികളുടെ മുന്നണി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്ത് നല്ല ഐക്യത്തോടെ സീറ്റുകൾ വിഭജിച്ചു, സ്ഥാനാർത്ഥികളെ 20 സീറ്റിലേക്ക് പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന പോലെ ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ സിറ്റിംഗ് എംപിമാരെയും മത്സരിപ്പിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് UDF 18 എംപിമാരെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. 18 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയായി. എന്നാൽ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് പ്രകാശ് മാസ്റ്റർ, CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നല്ലോ, അപ്പോൾ സിറ്റിംഗ് എംപിമാരെ കൊണ്ട് അവരുമായി ഏറ്റുമുട്ടാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തി എന്നാണോ താങ്കൾ അതിനെ കരുതുന്നത്? എതിരാളികളെ അറിഞ്ഞു വേണമല്ലോ കളിക്കാൻ. അല്ല, ഇതിലെന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എത്രമാത്രം കേരളത്തിന് പ്രിയങ്കരരാണ് എന്നുള്ളത് അവർ ഇറങ്ങിയിരിക്കുന്ന കഴിഞ്ഞ 3 ദിവസക്കാലമുള്ള പര്യടനത്തിലൂടെ വളരെ വ്യക്തമാണ്. അവരെ ആശീർവദിക്കാൻ, അവരോട് സ്നേഹം പങ്കിടാൻ, അവരെ സ്വീകരിക്കാൻ ആളുകൾ കാണിക്കുന്ന വലിയ ആവേശം അത് തീർച്ചയായിട്ടും UDF-നെ വലിയ നിലക്ക് ഭയപ്പെടുത്തുന്നുണ്ട്, കോൺഗ്രസിനെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മറിച്ചാലോചിക്കാൻ അവർ നിർബന്ധമാകുന്നത് എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. അവർ നടത്തിയിരിക്കുന്ന ഒടുവിലത്തെ പ്രചരണ ജാഥ, അതിനോട് ജനങ്ങൾ കാണിക്കുന്ന നിസ്സംഗത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ നൽകുന്ന വലിയ വരവേൽപ്പ്, ഇതെല്ലാം കേരളത്തിൻ്റെ മനസ്സെന്താണ് എന്നുള്ളത് അവർ നല്ലതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ ഭീതിയോടെ മാത്രമേ അവർക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതാണിപ്പോൾ ഒടുവിലത്തെ നിമിഷങ്ങളിൽ അവർ ആലോചിക്കുന്നത്. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ പരിഹാസ്യമാവുന്ന കോൺഗ്രസ്, അതാണ് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. പ്രിന്റു മഹാദേവ, ദക്ഷിണേന്ത്യ ഒരു ബെൽറ്റായി നിൽക്കുന്നു എന്നുള്ള അതൊരു ആക്ഷേപമായി തന്നെ ഉയർത്തിയവരാണ് നരേന്ദ്രമോദി അടക്കമുള്ളവർ. ഏറ്റവും ഒടുവിൽ ദക്ഷിണേന്ത്യ പിടിക്കാൻ നരേന്ദ്രമോദിയെ തന്നെ ഇറക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ഇന്ന് ഒരുപക്ഷെ അവസാന ലിസ്റ്റ് വരുമെന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മോദി എഫക്റ്റിലൂടെ ദക്ഷിണേന്ത്യയിൽ എന്തെങ്കിലും അത്ഭുതം കാട്ടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മോഡി എഫക്റ്റ് ഭാരതത്തിൽ എല്ലായിടത്തും നിലനിൽക്കുന്നു എന്നുള്ള സത്യം, അത് അസിത തന്നെ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യ എന്നോ ദക്ഷിണേന്ത്യ എന്നൊന്നുമില്ല. എല്ലാ സ്ഥലത്തെയും എല്ലാ പ്രദേശത്തെയും ഒരുപോലെ കാണുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസനം ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബാലികേറ മലയൊന്നുമല്ല. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഡസൻ കണക്കിന് എംപിമാരെ സംഭാവന ചെയ്യാൻ ഈ ഇലക്ഷന് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയൊരു പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. നമുക്കറിയാം, ഇന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും VD സതീശനും നടത്തിയിട്ടുള്ള ജാഥയും ആ ജാഥയുടെ സമാപനമൊക്കെ കാണുന്ന സമയത്ത് സത്യത്തിൽ നമുക്ക് പ്രിയദർശന്റെ സിനിമ കുറെ കാലത്തിന് ശേഷം ഒരു നഷ്ടമുണ്ട് കേരളത്തിന്. ആ ഒരു രംഗങ്ങളൊക്കെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അത്രമാത്രം അപഹാസ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. രണ്ടാമതൊരു കാരണം, ഈ രാഹുൽ ഗാന്ധി പോലും ഈ കേരളം പോലുള്ള സ്ഥലത്ത് മത്സരിക്കണമോ എന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. കാരണം UDF-ന്റെ MP-മാർ നമുക്കറിയാം, കേരളത്തിൽ വലിയ നമ്മളെ ഇടതുപക്ഷത്തിന്റെ ആരിഫ് ഒഴികെ 19 സീറ്റിൽ നിന്ന് ജയിച്ചു കയറിയവരാണ് ഈ ഇവിടുത്തെ കോൺഗ്രസ് MP-മാർ. ഇന്ത്യയുടെ 500-ൽ പരം MP-മാരിൽ ഏറ്റവും പരാജയപ്പെട്ട പാർലമെന്റ് മണ്ഡലങ്ങളിൽ നോക്കാത്ത MP-മാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, കോൺഗ്രസിന്റെ MP-മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന്റെ കാഹളം മുഴങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ MP-മാർ. പിന്നീട് ഹൈക്കമാൻഡ് ഒരു സിറ്റിംഗ് സീറ്റിലുള്ളവരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ നിൽക്കാൻ തയ്യാറായത്. പക്ഷെ ഇപ്പോൾ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഇവർ മത്സരിക്കേണ്ട അല്ലെങ്കിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രശ്നമാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതിന് കാരണം ഇവിടുത്തെ 19 MP-മാരും തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി മുതൽ ബാക്കിയുള്ള ആളുകളൊക്കെ തികഞ്ഞ പരാജയമാണ്. അപ്പൊ ഇനി ഇവർ ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിന്റെ MP-മാരെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരു സംശയം വേണ്ട, ഇടതുപക്ഷം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട ചില സ്ഥാനാർത്ഥികളാണ്. ചില പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെയാണ് സത്യത്തിൽ. ഇപ്പൊ നേരത്തെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു വലിയ ജനകീയതയുള്ള അല്ലെങ്കിൽ വളരെ നല്ല സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷത്തിന്റെ. അങ്ങനെയൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് അഭിപ്രായമില്ല. പല്ലുകൊഴിഞ്ഞ ഒരുപറ്റം ആളുകളെ ഇപ്പൊ നിങ്ങൾ നോക്കൂ, കൊല്ലം പോലെയുള്ള ഒരു സ്ഥലത്ത് പ്രേമചന്ദ്രനെ പറ്റിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ മുകേഷ്? നിങ്ങൾ പത്തനംതിട്ട നോക്കൂ, പത്തനംതിട്ട സ്ഥലത്ത് ആരാണ് മത്സരിക്കുന്നത്?
അപ്പൊ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഇവിടെ രണ്ടക്കം കാണാനുള്ള ഒരു സാധ്യതയും ഇല്ല. അങ്ങനെ കാണാനുള്ള എന്തെങ്കിലും സാധ്യതകളോ അല്ലെങ്കിൽ സീറ്റോ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഈ കേരളത്തിലെ ഇടതുപക്ഷമാണെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കം ഇവിടെ നിന്ന് ജയിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന സമയത്ത് പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും ഞങ്ങൾക്ക് MP ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ശരി, ലാൽകുമാർ, നോക്കൂ, തെരഞ്ഞെടുപ്പിന് മുൻപോടിയായുള്ള ഒരു ഒരുക്കമായിരുന്നു UDF-നെ സംബന്ധിച്ചിടത്തോളം സമരാഗ്നി. പക്ഷേ സമരാഗ്നി അവസാനിക്കുമ്പോഴേക്കും കോൺഗ്രസ് ഒരു കോമഡിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. സമരാഗ്നിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സിറ്റിംഗ് MPമാരെ മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസിന്റെ പൊതുവിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തെ? അല്ല, കോൺഗ്രസ് കുറെ നാളുകളായി കേരളത്തിലെ കോൺഗ്രസിന്റെ ഇടപെടിയിൽ അവരുടെ അടിസ്ഥാന ആശയങ്ങളെല്ലാം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനിയും വീണ്ടും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ MPമാരുടെ ഒരു പെർഫോമൻസ് എടുത്താൽ അവരെ ഒരു കാര്യം പോലും അവിടെ പ്രോപ്പർലി പ്രസന്റ് ചെയ്തിട്ടില്ല, പാർലമെന്റിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഇപ്പം എക്സെപ്ഷൻ വേണമെങ്കിൽ തരൂരിനെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ബാക്കിയുള്ളവരെ ആരും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പം ഒരു മണ്ഡലം കേരളത്തിൽ ജയിക്കാൻ ചിലപ്പോൾ പാട്ട് പാടിയാൽ മതിയായിരിക്കാം. പക്ഷെ പാട്ട് പാടിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ വർക്കാകത്തില്ല കാര്യങ്ങൾ. അവിടെ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഞാൻ പറയാൻ ശ്രമിക്കുന്നതിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായി അവിടെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മെമ്പേഴ്സ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവരും പരാജയപ്പെടുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പാർലമെന്റിൽ മിണ്ടാത്ത ആൾക്കാർ തന്നെ ഉണ്ട്. പാർലമെന്റിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ മാറി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെന്റ് മെമ്പർമാരിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അതിനകത്ത് കോൺഗ്രസിന്റെ ആരും കൊള്ളത്തില്ല എന്നുള്ളൊരു അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് നേതാവുമായിട്ട് പോലും സംസാരിച്ചപ്പം ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് പലർക്കും ഈ പ്രാവശ്യം മത്സരിക്കാൻ താല്പര്യമില്ല പാർലമെന്റിലേക്ക്. ആ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാത്തതിന് കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമുണ്ട് എന്ന് വ്യക്തമായി അവർക്കറിയാം. ഇപ്പം ഈ പറയുന്ന മാവേലിക്കര മണ്ഡലത്തിലെ ആളെ കുറിച്ച്, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച്, രമ്യ ഹരിദാസിനെ കുറിച്ച്, ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ഉള്ള വളരെ പ്രകടമായ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ അത് വളരെ അധികം കോൺഗ്രസിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഉറപ്പായിട്ടും അത് അങ്ങനൊന്നും അല്ല, അവർ പാർന്ന സിംഹങ്ങളാന്നൊക്കെ പറയും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ ആൾക്കാര് ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു വേവ്, രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്ന ഒരു വേവ്, അത് മാത്രമല്ല ശബരിമല ഫാക്ടർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വേവ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വേവ് കേരളത്തിൽ ഈ തവണ ഇല്ല. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് സ്വാഗതാർഹവുമാണ്. കാര്യം രാഹുൽ ഗാന്ധി ഈ പറയുന്ന കേരളത്തിലല്ല യഥാർത്ഥത്തിൽ മത്സരിക്കേണ്ടത്, സംഘപരിവാറുമായിട്ടാണ് അദ്ദേഹം നേരിടേണ്ടതായിട്ടുള്ളത്. അത് ഞാൻ സൗത്ത് ഇന്ത്യ അദ്ദേഹം മത്സരിക്കാൻ ശ്രമിക്കുന്ന സ്ഥലം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ തെലങ്കാന ആ സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നു എന്നാണ്. അവിടെ ഒന്നുമല്ല അദ്ദേഹം മത്സരിക്കേണ്ടത്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ, സൗത്ത് ഇന്ത്യ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ശക്തമായി നേരിടുന്ന കർണാടകത്തിൽ മത്സരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം അമേഠിയിൽ തന്നെ മത്സരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അമേഠിയിൽ നോക്കൂ, ഒരു കോൺഗ്രസിന്റെ ഏറ്റവും ടോളസ്റ്റ് ലീഡറാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഒരു ഡെമോക്രാറ്റിക് ലീഡറാണ്. നമ്മൾ നിഷേധിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് മറ്റു പാർട്ടിക്കാരുമായിട്ടുള്ള ബന്ധം അതിശക്തമായ ബന്ധമാണ്. ഒരു ഉദാഹരണം, സീതാറാം യെച്ചൂരിയുമായി അദ്ദേഹം വെക്കുന്ന ബന്ധമൊക്കെ നമുക്ക് പ്രകീർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ആ പറയുന്ന ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും ടോളസ്റ്റായ നേതാവിനെ അപ്പുറത്ത് സ്മൃതി ഇറാനി വെല്ലുവിളിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുകയാണ്. സ്മൃതി ഇറാനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേച്ചറിൽ വരുന്ന ഒരാളല്ല. പക്ഷെ അവർ വീണ്ടും അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുകയാണ്, രാഹുൽ ഗാന്ധി ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. അതിന് കോൺഗ്രസ്സുകാരും മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഒരു വലിയ ലീഡറെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അപ്പുറത്തെ ഒരു നേതാവ്, ഒരു കേന്ദ്രമന്ത്രി മാത്രമാണ്, പ്രധാനമന്ത്രി ആകത്തില്ലല്ലോ ജയിച്ചു കഴിഞ്ഞാൽ സ്മൃതി ഇറാനി. ആ സ്മൃതി ഇറാനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് മത്സരിക്കൂ. ആ ധൈര്യം ഉണ്ടേ വന്ന് മത്സരിക്കൂ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി വരുന്നത് എന്താന്ന് വെച്ചാൽ,
അവർ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ തോപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ചുമ്മാ ഒരാൾ രാഹുൽ ഗാന്ധി എന്റെ അടുത്ത് വന്ന് ധൈര്യമായിട്ട് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും അവരാവശ്യപ്പെടുന്നത് എന്നോട് പോരിടാൻ പറ്റുമോ, ഇനി ഒന്നുകൂടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ള ഒരു പ്രസക്തമായ കാര്യമുണ്ട്. അങ്ങനെ ഒരു ഒഴിഞ്ഞുമാറ്റത്തിന്റെ രാഷ്ട്രീയം, ഈ സേഫസ്റ്റ് ബെറ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്, പലയിടവും സേഫ് അല്ല രാഹുൽ ഗാന്ധിക്ക്, സേഫസ്റ്റ് മണ്ഡലം എന്ന് പറയുന്നത് വയനാട് തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വാർത്താലേഖകർ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് നിന്ന് ജയിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാര്യം നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ അദ്ദേഹത്തിന് ഒരു വേവ് ഉണ്ടാക്കിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഈ പറയുന്ന സേഫസ്റ്റ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി പോകാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന കേരളത്തിലെ നേതാക്കന്മാരെല്ലാം നോക്കുവാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സത്ത അതാണ്. രാഹുൽ ഗാന്ധി ചെയ്യുന്ന അതേ പ്രക്രിയ ബാക്കിയുള്ളവർ എനിക്ക് ഈ പ്രാവശ്യം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രാവശ്യം മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആശയവ്യക്തത അവർ കൊണ്ടുവരുന്നതിന് കാരണം അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ആ ആന്റി ഇൻകംബൻസി ഞാൻ ഉദ്ദേശിക്കുന്ന പാർലമെന്റ് മെമ്പറായിട്ട് അവർ ഇൻകംബന്റ് ആണല്ലോ, അതിനുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ സുധാകരനെ പോലെ ഒരാള് അദ്ദേഹം മാറി നിൽക്കുന്നതിന് വേറൊരു കാരണം ഉണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. അദ്ദേഹത്തിന് MP സ്ഥാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടും എന്ന് വേണമെങ്കിൽ ഒരു തോന്നലുണ്ടെന്ന് വെക്കാം. പക്ഷെ ബാക്കിയുള്ളവരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരിലേക്ക് ഭയം തട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഭയം തീർച്ചയായും അതാകാൻ കാരണം എന്നുള്ളതാണ്. ജിൻഷാദ് നോക്ക് ഇപ്പോൾ ലാൽ പറഞ്ഞ കാര്യത്തിനോട് കൂട്ടിവെച്ച് ആദ്യഘട്ടത്തിൽ ജിൻഷാദ് പറഞ്ഞൊരു കാര്യം, അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഞാൻ ചില കണക്കുകൾ പറയാം. ജിൻഷാദ് പറഞ്ഞു ഈ MP മാരൊക്കെ വലിയ തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു, പിന്നെ ഈ കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് തുക ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. ആകെ 7 കോടിയാണല്ലോ, അതിൽ ചിലർ ചെലവഴിച്ച തുക ഞാനത് വായിക്കാം. VK ശ്രീകണ്ഠൻ 2.52 കോടി, K സുധാകരൻ 2.58 കോടി, MK രാഘവൻ 3.26 കോടി, രമ്യ ഹരിദാസ് 3.67 കോടി, ബെന്നി ബഹന്നാൻ 3.67 കോടി, ഡീൻ കുര്യാക്കോസ 4.03, കൊടിക്കുന്നിൽ 4.06, അടൂർ പ്രകാശ് 4.09, ഹൈബി നേരത്തെ ജിൻഷാദ് പറഞ്ഞതാണ് വലിയ പെർഫോമൻസ് എന്ന്, ഹൈബി 4.53 കോടി, തുളച്ചു കളഞ്ഞത് 2.47 കോടിയാണ്. ജിൻഷാദ് നോക്കൂ, ഏറ്റവും കുറവ് തുക ചെലവഴിച്ച MP-മാരുടെ കണക്കാണിത് പാർലമെന്റിലെ. അങ്ങനെയാണെങ്കിൽ ജിൻഷാദ് നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എല്ലാ MP-മാരും ഇത്തരത്തിൽ മാത്രമായിരിക്കണമല്ലോ തുക ചെലവഴിച്ചത്. അപ്പോൾ ഇതൊന്നുമല്ല കാര്യങ്ങൾ. ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത MP-മാരുടെ ലിസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചത്. ഏറെക്കുറെ കനകോലുവിന്റെ കണക്കുകൂട്ടൽ ശരിയാണ്. ഈ മണ്ഡലങ്ങളാണ് ഇനി ഇവരെ നിർത്തിയാൽ ജയിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ജിൻഷാദ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്തായിരുന്നു ചോദ്യം ജിൻഷാദ്? അതായത് ഞാൻ വായിച്ച കണക്കുകൾ ജിൻഷാദ് കേട്ട് കാണുമെന്ന് കരുതുന്നു. ഈ MP-മാരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അവർ ചെലവഴിച്ച തുക ആകെ 7 കോടി ഉണ്ടെന്നിരിക്കെ കേട്ടല്ലോ. അപ്പോൾ ഏറെക്കുറെ കനകോലു പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇങ്ങനെ ഏറ്റവും കുറവ് തുക ചിലവഴിച്ച MP-മാരുടെ മണ്ഡലങ്ങളും പേരുകളുമാണ് ഇനി ഇവരെ നിർത്തിയാൽ വിജയിക്കില്ല എന്ന് അദ്ദേഹവും മുന്നോട്ട് വയ്ക്കുന്ന പട്ടിക. അപ്പോൾ ജിൻഷാദ് മുൻപ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ കോവിഡ് കാരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇതിനെ തടഞ്ഞു നിർത്തിയതൊക്കെ ആണെങ്കിൽ ഒരു MP-മാർക്കും ഇതിനപ്പുറം തുക ചെലവഴിക്കാൻ സാധിക്കില്ല. പക്ഷെ അതിനപ്പുറം ചെലവഴിച്ചവരുണ്ട്. അപ്പോൾ ഈ പട്ടികയിൽ പുറകോട്ട് പോയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇവരുടെ മണ്ഡലങ്ങളാണ് കനകോലുവും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ അഷിത പറഞ്ഞ കണക്ക് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞത് എറണാകുളത്തെ ഹൈബി ഈഡനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെയും വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് 400 കോടി രൂപയുടെ പദ്ധതി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള പദ്ധതിയാണ്. പിന്നീട് ഈ എറണാകുളം പാർലമെൻറ്റിലെ ഒട്ടനവധി BMBC നിലവാരത്തിലുള്ള ഗ്രാമീണ റോഡുകൾ MP-യുടെ ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സാഹചര്യമുണ്ട്. അംഗനവാടിക്ക് എൻ്റെ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു പുതിയ അംഗനവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടിരിക്കുകയാണ്. ഞാൻ കരുതുകയാണ്. പക്ഷേ നമ്മൾ പൊതുവിൽ അതിന് പുറത്ത് നിന്ന് നോക്കി കാണുമ്പോൾ ജിൻഷാദ് ഈ കണക്കുകളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. സ്ഥലമായതുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഈഡൻ അംഗൻവാടിക്ക് ചെലവഴിച്ച തുകയും ബസ് സ്റ്റോപ്പിന് ചെലവഴിച്ച തുകയും ഒക്കെ ജിൻഷാദ് കണക്കുകളായി പറയുമ്പോൾ ചെലവഴിക്കാതെ ബാക്കി വെച്ച അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി
ഇരട്ടി തുകയുടെ കണക്കുകളാണ് നമ്മുടെ മുന്നിൽ ഫാക്ട്സ് ആയി ഉള്ളത്. ആ പട്ടികയിൽ ഹൈബീഡനും ഉണ്ട്. ജിൻഷാദ് ആദ്യഘട്ടത്തിൽ ഹൈബീഡിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അതിന് മുകളിലേക്ക് വരുമ്പോൾ വി കെ ശ്രീകണ്ഠൻ 2.52 കോടി, എന്തിന് കെ സുധാകരൻ 2.58 കോടി മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടുത്തിയത് 4.42 കോടി. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചിലവാക്കാത്ത തുക എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ലാപ്സായി പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ. കാരണം എന്തായാലും ഈ ഫണ്ട് കയ്യിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എം പിമാർ അത് ചിലവാക്കാനാണല്ലോ നോക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആരിഫിൻ്റെ കണക്ക് ഇവിടെ പറഞ്ഞില്ല. ആരിഫിൻ്റെ കണക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ നിന്നും വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം 5 കൊല്ലം കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം ഈ കേരളത്തിലുണ്ടായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഇനി ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിലുണ്ടല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ഈ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയതായിട്ട് ഒരു സോഷ്യൽ മീഡിയ പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മളപ്പോൾ അങ്ങനെ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന സാഹചര്യം വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അപ്പോൾ പോകാം. പിന്നെ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നു, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ 20ൽ 20 സീറ്റ് പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സമരാഗ്നി എന്ന് പറയുന്ന സമര പോരാട്ടത്തിൻ്റെ ആ സമര പോരാട്ടം അത് ഈ 140 അസംബ്ലികളിലും കടന്നു പോയപ്പോൾ നമുക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമാണ്. അഭൂതപൂർവമായ ഒരു ജനസഞ്ചയമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ ആളുകൾ പോയി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കസേര കാലിയാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഈ അന്തംകമ്മികൾ പ്രചരിപ്പിക്കുന്നത് കേട്ട് ഈ അശ്വതിയെ പോലെയുള്ളവരൊക്കെ വളരെ മോശമാണ്. എന്താണ് ജിൻഷാദ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ അന്തം കമ്മി കെ സുധാകരനായി പറയട്ടെ. കെ സുധാകരനല്ലേ അത് പറഞ്ഞത്? അല്ല, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ അതിന് മറുപടി ബഹുമാനപ്പെട്ട VD സതീശൻ പറഞ്ഞല്ലോ. അതിന്റെ മറുപടി കറക്റ്റാണ്. കൃത്യമായി 5 മണിക്കൂറൊക്കെ പരിപാടി, അതായത് 3 മണിയുടെ പരിപാടി 6 മണിക്ക് 7 മണിക്കൊക്കെ തുടങ്ങുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമാണ്. നിങ്ങളുടെ കേരള സദസ്സിൽ നിങ്ങളുടെ കേരള സദസ്സിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒരു മിനിറ്റ് അല്ലല്ല ഒരു മിനിറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ കസേരകൾ ഒഴിഞ്ഞുകിടന്ന ഫോട്ടോയും വീഡിയോയും താങ്കൾക്ക് കാണുമോ? KPCCയുടെ സമരാജ്ഞിയാണത്, തർക്കമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനായി കേരളത്തെ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ആ പരിപാടിയുടെ ലക്ഷ്യം. അതിലും തർക്കമില്ലല്ലോ. ആ പരിപാടിയിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംസാരിക്കുമ്പോഴുള്ള സാഹചര്യമാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ആരെ കേൾക്കാനാണ് അവിടെ ആളുകൾ കൂടേണ്ടിയിരുന്നത്? ജിൻഷാദ്, ഇവരെയല്ലേ കേൾക്കേണ്ടത്? KPCC അധ്യക്ഷൻ പറയുന്നുണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ പരിപാടിയാണ് ഇത് KPCCയെ സംബന്ധിച്ചിടത്തോളം കേൾക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അല്ല. ഒന്നല്ല താങ്കൾ പറഞ്ഞോ. പിന്നെ അല്ല, ജിൻഷാദ് പറഞ്ഞു, ഞാൻ പറഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞോ? അഷിത, ഒരു സമരാഗ്നി KPCCയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും മാത്രം സംസാരിച്ചാൽ മതിയോ? അങ്ങനെയാണോ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? ഒരു ലോജിക്കൊക്കെ വെച്ച് സംസാരിക്കുന്നേ. ഒരു പരിപാടിയിൽ ആരാണോ ജാഥയുടെ നായകൻ അവർ അവസാനമല്ലേ വരുള്ളൂ. അവർ അവസാനം വരുമ്പോൾ അതിന് മുന്നോടിയായി പൈലറ്റായി പ്രസംഗിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരുണ്ടാവും. അതിൽ MLA മാരുണ്ടാവും, MP മാരുണ്ടാവും, KPCCയുടെ ഭാരവാഹികളുണ്ടാവും. അന്ന് ഈ തിരുവനന്തപുരത്ത് 12ാമനായിട്ടാണ് VD സതീശൻ സംസാരിച്ചത്. 12 ആളുകളാണ് അവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമാണ് ഇതൊക്കെ. നിങ്ങളുടെ കേരള സദസ്സിലെ ആൾ ഒഴിഞ്ഞു പോയ എത്രയോ ആളുകൾ എഴുന്നേറ്റ് പോകുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ശ്രീ പ്രകാശ് മാസ്റ്റർ, ഞാൻ വരാം, അല്പം ഒന്ന് ക്ഷമിക്കണം. ലാൽ, അതിനൊരു മറുപടി, ഒരു കമന്റ്. ലാൽ, അല്ലാതെ ഉണ്ടാവുമെന്നേ. അത് ഉണ്ടാവും. മനുഷ്യനല്ലേ നിങ്ങൾ എന്തീ പറയുന്നത്? മനുഷ്യന്മാരല്ലേ? ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിങ്ങളുടെ മാതിരി സർക്കാർ സ്പോൺസേർഡ് പരിപാടിയൊന്നുമല്ല. ഫുള്ള് പന്തലൊക്കെ ഇട്ട് ശീതീകരിച്ച് റൂമുകളൊക്കെ ആക്കി വെക്കാൻ. അല്ലെങ്കിൽ ഇവിടെ GST വകുപ്പുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോ പിരിവിനിറങ്ങി ഉണ്ടാക്കിയ പണമൊന്നും അല്ലത്. കഷ്ടപ്പെട്ട് നടത്തിയ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാവോ? ഇതൊക്കെ പറഞ്ഞത് KPCC അധ്യക്ഷൻ തന്നെയാണ്. ആ പരിപാടി ഇപ്പൊ CPM ആണെങ്കിൽ കോടികൾ ചെലവാക്കും. അതിനൊരു കമന്റ് കോടികൾ ചെലവാകും. മനസ്സിലായോ? അല്ല, അദ്ദേഹത്തിന്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. അതിലൊരു കമന്റ്. അല്ലെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് എത്ര ഒരു ലെയിം ഫീബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ കുറെ നാളുകളായി നടത്തിയ യാത്രയിൽ
അവർക്ക് കേരളത്തോട് പറയാനുള്ളത് കേൾക്കാൻ അവരുടെ ആൾക്കാരില്ല എന്നുള്ളത് KPCC പ്രസിഡന്റ് ഒരു പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. KPCC പ്രസിഡന്റ് ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നോക്കൂ, ജിൻഷാദിന് അതൊരു പ്രശ്നമല്ല, പക്ഷെ KPCC പ്രസിഡന്റിന് അതൊരു പ്രശ്നമാണ്. പക്ഷെ KPCC പ്രസിഡന്റിന്റെ പ്രശ്നമായ വിഷയം VD സതീശന് പ്രശ്നമല്ല. ഇതല്ലേ ഇവിടുത്തെ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നമേ അതാണ്. കോൺഗ്രസ് നേരിടുന്ന പ്രശ്നമേ അതാണ്. നോക്കൂ, വളരെ കൃത്യമായി ഞാൻ പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആളെ കൂട്ടാൻ പാടാണ്. ഇതിനു മുമ്പ് നടത്തിയ സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ ഒക്കെ ഒഴിഞ്ഞ കസേരകൾ നമ്മൾ കണ്ടതാണല്ലോ. ഇത് കോൺഗ്രസ് നേരിടുന്ന ആളെ കൂട്ടാൻ പറ്റാത്ത, ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാനില്ലാത്ത സെമി കേഡർ സിസ്റ്റം പറഞ്ഞു വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചെലവാക്കാത്ത തുക എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ലാപ്സായി പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ. കാരണം എന്തായാലും ഈ ഫണ്ട് കയ്യിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും MP-മാർ അത് ചെലവാക്കാനുള്ള നോക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആരിഫിൻ്റെ കണക്ക് ഇവിടെ പറഞ്ഞില്ല, ആരിഫിൻ്റെ കണക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ നിന്നും V. മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം 5 കൊല്ലം കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം ഈ കേരളത്തിലുണ്ടായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഇനി ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിലുണ്ടല്ലോ, അദ്ദേഹത്തെ കൊണ്ട് ഈ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയതായിട്ട് ഒരു സോഷ്യൽ മീഡിയയെ പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മളപ്പോൾ അങ്ങനെ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന സാഹചര്യം വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് അപ്പോൾ പോകാം. പിന്നെ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നു, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ 20ൽ 20 സീറ്റ് പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സമരാഗ്നി എന്ന് പറയുന്ന സമര പോരാട്ടത്തിൻ്റെ ആ സമര പോരാട്ടം അത് ഈ 140 അസംബ്ലികളിലും കടന്നു പോയപ്പോൾ നമുക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമാണ്. അഭൂതപൂർവമായ ഒരു ജനസഞ്ചയമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ ആളുകൾ പോയി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കസേര കാലിയാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഈ അന്തംകമ്മികൾ പ്രചരിപ്പിക്കുന്നത് കേട്ട് ഈ അശ്വിനെ പോലെയുള്ളവരൊക്കെ മോശമാണ്. എന്താണ് ജിൻഷാദ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ അന്തം കമ്മി കെ സുധാകരനായി മാറി. പറയട്ടെ, കെ സുധാകരനല്ലേ അത് പറഞ്ഞത്? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ അതിന് മറുപടി ബഹുമാനപ്പെട്ട VD സതീശൻ പറഞ്ഞല്ലോ. അതിന്റെ മറുപടി കറക്റ്റാണ്. കൃത്യമായി 5 മണിക്കൂറൊക്കെ പരിപാടി, അതായത് 3 മണിയുടെ പരിപാടി 6 മണിക്ക് 7 മണിക്കൊക്കെ തുടങ്ങുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമാണ്. നിങ്ങളുടെ കേരള സദസ്സിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ കസേരകൾ ഒഴിഞ്ഞുകിടന്ന ഫോട്ടോയും വീഡിയോയും താങ്കൾക്ക് കാണും. KPCCയുടെ സമരാജ്ഞിയാണത്, തർക്കമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനായി കേരളത്തെ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ആ പരിപാടിയുടെ ലക്ഷ്യം. അതിലും തർക്കമില്ലല്ലോ. ആ പരിപാടിയിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംസാരിക്കുമ്പോഴുള്ള സാഹചര്യമാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ആരെ കേൾക്കാനാണ് അവിടെ ആളുകൾ കൂടേണ്ടിയിരുന്നത്? ജിൻഷാദ്, ഇവരെയല്ലേ കേൾക്കേണ്ടത്? KPCC അധ്യക്ഷൻ പറയുന്നുണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ പരിപാടിയാണ് ഇത് KPCCയെ സംബന്ധിച്ചിടത്തോളം കേൾക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അല്ല, ഒന്നല്ല താങ്കൾ പറഞ്ഞോ. പിന്നെ ജിൻഷാദ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിഞ്ഞോ? അഷിത, ഒരു സമരാജ്ഞി KPCCയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും മാത്രം സംസാരിച്ചാൽ മതിയോ? അങ്ങനെയാണോ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? ഒരു ലോജിക്കൊക്കെ വെച്ച് സംസാരിക്കുന്നേ. ഒരു പരിപാടിയിൽ ആരാണോ ജാഥയുടെ നായകൻ അവർ അവസാനമല്ലേ വരുള്ളൂ. അവർ അവസാനം വരുമ്പോൾ അതിന് മുന്നോടിയായി പൈലറ്റായി പ്രസംഗിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരുണ്ടാവും. അതിൽ MLA-മാരുണ്ടാവും, MP-മാരുണ്ടാവും, KPCCയുടെ ഭാരവാഹികളുണ്ടാവും. അന്ന് ഈ തിരുവനന്തപുരത്ത് 12ാമനായിട്ടാണ് VD സതീശൻ സംസാരിച്ചത്. 12 ആളുകളാണ് അവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമാണ് ഇതൊക്കെ. നിങ്ങളുടെ കേരള സദസ്സിലെ ആൾ ഒഴിഞ്ഞു പോയ എത്രയോ ആളുകൾ എഴുന്നേറ്റ് പോകുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ശ്രീ പ്രകാശ് മാസ്റ്റർ ഞാൻ വരാം, അല്പം ഒന്ന് ക്ഷമിക്കണം. ലാൽ, അതിനൊരു മറുപടി, ഒരു കമന്റ്. ലാൽ, അല്ലാതെ ഉണ്ടാവുന്നേ, അത് ഉണ്ടാവും. മനുഷ്യനല്ലേ നിങ്ങൾ എന്തീ പറയുന്നത്? മനുഷ്യന്മാരല്ലേ? ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിങ്ങളുടെ മാതിരി സർക്കാർ സ്പോൺസേർഡ് പരിപാടിയൊന്നുമല്ല. ഫുള്ള് പന്തലൊക്കെ ഇട്ട് ശീതീകരിച്ച് റൂമുകളൊക്കെ ആക്കി വെക്കാൻ. അല്ലെങ്കിൽ ഇവിടെ GST വകുപ്പുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോ പിരിവിനിറങ്ങി ഉണ്ടാക്കിയ പണമൊന്നും അല്ലത്. കഷ്ടപ്പെട്ട് നടത്തിയ പരിപാടിയാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാവോ? ഇതൊക്കെ പറഞ്ഞത് KPCC അധ്യക്ഷൻ തന്നെയാണ്. ആ പരിപാടി ഇപ്പൊ CPM ആയിരുന്നെങ്കിൽ കോടികൾ ചെലവാക്കും. അതിനൊരു കമന്റ് കോടികൾ ചെലവാകും. മനസ്സിലായോ?
അല്ല അദ്ദേഹത്തിന്റെ ഒരു ഗതികേടാ ഞാൻ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി വന്ന അതിലാളുണ്ടായിരുന്നു. ഞാൻ വരാം പ്രിന്റു, ഞാൻ വരാം. ലാൽ അതിലൊരു കമന്റ്. അല്ലെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് എത്ര ഒരു ലെയിം ഫീബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ കുറെ നാളുകളായി നടത്തിയ യാത്രയിൽ അവർക്ക് കേരളത്തോട് പറയാനുള്ളത് കേൾക്കാൻ അവരുടെ ആൾക്കാരില്ല എന്നുള്ളത് KPCC പ്രസിഡന്റ് ഒരു പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. KPCC പ്രസിഡന്റ് ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നോക്കൂ, ജിൻഷാദിന് അതൊരു പ്രശ്നമല്ല, പക്ഷെ KPCC പ്രസിഡന്റിന് അതൊരു പ്രശ്നമാണ്. പക്ഷെ KPCC പ്രസിഡന്റിന്റെ പ്രശ്നമായ വിഷയം VD സതീശന് പ്രശ്നമല്ല. ഇതല്ലേ ഇവിടുത്തെ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നമേ അതാണ്. കോൺഗ്രസ് നേരിടുന്ന പ്രശ്നമേ അതാണ്. നോക്കൂ, വളരെ കൃത്യമായി ഞാൻ പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആളെ കൂട്ടാൻ പാടാണ്. ഇതിനു മുമ്പ് നടത്തിയ സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ ഒക്കെ ഒഴിഞ്ഞ കസേരകൾ നമ്മൾ കണ്ടതാണല്ലോ. ഇത് കോൺഗ്രസ് നേരിടുന്ന ആളെ കൂട്ടാൻ പറ്റാത്ത, ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാനില്ലാത്ത സെമി കേഡർ സിസ്റ്റം എന്ന് പറയുകയും എന്നാൽ സെമി പോയിട്ട് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സുധാകരൻ പറഞ്ഞത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. ഞാൻ സുധാകരന്റെ രാഷ്ട്രീയത്തോട് പൂർണ്ണമായും എതിർത്ത്, സുധാകരന്റെ ശൈലിയോട് പൂർണ്ണമായും എതിർക്കുന്ന ഒരാളാണ്. നിങ്ങൾ നോക്കൂ, ഒരു പരിപാടി വരുമ്പം നമ്മൾ ഏറ്റവും സമുന്നതനായ നേതാക്കൾ സംസാരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോവുകയാണെങ്കിൽ, ഒഴിഞ്ഞ കസേരയോട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം വരികയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ആ ജാഥ സംഘടിപ്പിച്ച KPCCയുടെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരന്റെ നേതൃത്വത്തിൽ നിന്നാണ്, അത് VD സതീശന്റെ നേതൃത്വത്തിൽ നിന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് അത് K സുധാകരനാണ്, KPCC അധ്യക്ഷനാണ്. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അദ്ദേഹം നമ്മളോട് പറയുകയാണ്, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരോട് പറയുകയാണ്, നിങ്ങൾ കാണിച്ചത് ശരിയല്ല, ഇത് മര്യാദകേടാണ്. പിന്നെ ഈ പറയുന്ന സതീശൻ അത് പറയുന്നതിന്റെ കാരണം അവർ തമ്മിലുള്ള സ്പ്ലിറ്റ് നമുക്ക് കുറെ നാളുകളായിട്ട് അറിയാമല്ലോ, നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ ആ അമേഠിയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം അത് ടച്ച് ചെയ്ത് പോലുമില്ല. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞത് സ്മൃതി ഇറാനിയുടെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതിന് അദ്ദേഹം ആ ഏരിയയിലോട്ട് അങ്ങോട്ട് പോകുപോലും ഇല്ലാതാണ് മറുപടി പറഞ്ഞത്. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്താണ് അവർ പൊതുവെ മറുപടി പറയുന്നത്. പക്ഷെ സുധാകരൻ പറഞ്ഞതിൽ, ഇന്നലത്തെ കേസിൽ സുധാകരൻ പറഞ്ഞതിൽ വളരെ ന്യായമുള്ള ഒരു കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ ഒഴിഞ്ഞ കസേരയോട് സംസാരിക്കേണ്ട സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ, അദ്ദേഹം കോർഡിനേറ്റ് ചെയ്ത ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ റാലി അതിന്റെ കൾമിനേഷനിലേക്ക് വരുമ്പം ഹി വിൽ എക്സ്പെക്ട് മെനി തിങ്സ്. കാര്യം നിങ്ങളുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യം അദ്ദേഹം പ്രതീക്ഷിക്കും. അടുത്ത ചോദ്യം അപ്പൊ ഇതിനകത്ത് വരുന്നത്, ഈ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇവരുടെ നേതാക്കന്മാരിൽ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം സുധാകരൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രവർത്തകരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാര്യം ഇവരുടെ തമ്മിൽ തീർന്നിട്ട് വേണ്ടേ ജനങ്ങൾ അവിടെ ഇരിക്കാൻ. ആ സ്റ്റേജിൽ തന്നെ തമ്മിൽ ഉണ്ടായല്ലോ, അതിന്റെ ഒരു റിഫ്ലക്ഷൻ അത്രയും മാത്രം നമ്മൾ കണക്കാക്കിയാമെന്ന് എനിക്ക് തോന്നുന്നു. ശരി. അമേഠി ജിൻഷാദ്, അമേഠിയോട് പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വരാം അടുത്ത ഘട്ടത്തിൽ ജിൻഷാദിലേക്ക്. ശ്രീ പ്രകാശ് മാസ്റ്റർ, മുൻപ് ജിൻഷാദിനോട് ഞാൻ ഈ കണക്കുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചു പോയപ്പോൾ ജിൻഷാദ് പറയുന്നത്, ഈ പ്രാദേശിക ഗവൺമെന്റുകൾ ആ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അള്ളു വെച്ചത് കൊണ്ടാണ് തുക ചെലവഴിക്കാൻ കഴിയാതെ പോയതെന്നാണ്. ഞാൻ വായിച്ച MP-മാരുടെ എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക ഗവൺമെന്റ് ആരാണെന്നുള്ളത് പറയണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അള്ളു വെക്കലുകൾ ഉണ്ടായിരുന്നോ തുക ചെലവഴിക്കാൻ സാധിക്കാത്ത വിധം? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ദുർബലമായിട്ടുള്ള UDFൻ്റെ MP-മാരെ പോലെ MP-മാരെ കേരളം കണ്ടിട്ടില്ല. ഇവിടെ സംഖ്യ ചെലവഴിക്കുന്ന ഇപ്പോൾ KPCC അധ്യക്ഷൻ്റെ മണ്ഡലത്തിലെ ഒരാളാണ് ഞാൻ. നമ്മുടെ മണ്ഡലത്തിൽ നിലവിലുള്ള അതിഗൗരവതരമായ പ്രശ്നങ്ങൾ, നമ്മുടെ വിമാനത്താവളത്തിൻ്റെ പ്രശ്നം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രശ്നം, അഴീക്ക തുറമുഖത്തിൻ്റെ പ്രശ്നം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്നുള്ളത് അവർക്ക് പറയാൻ കഴിയുമോ? KPCC അധ്യക്ഷൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചാണ് ഞാനീ പറയുന്നത്. ഏത് MP-മാരാണ് കേരളം നേരിടുന്ന ഗൗരവമായ വിഷയങ്ങളിൽ ലോക്സഭയിൽ പ്രതികരിച്ചിട്ടുള്ളത്? ഏറ്റവുമേറെ പ്രശ്നസങ്കീർണമായ ഒരു കാലമാണല്ലോ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തെ സംബന്ധിച്ച്. ആ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇടപെട്ട് കേരളത്തിന് അനുകൂലമായിട്ട് സംസാരിച്ച MP-യുടെ പേര് പറയട്ടെ. UDFൻ്റെ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകൾ, അവർക്ക് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. കേരളത്തോട് കൊടിയ അന്യായം കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുമ്പോൾ അതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു നിലപാടല്ലേ കേരളത്തിൽ MP-മാർ സ്വീകരിച്ചത്? അപ്പോൾ വെറും ഈ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, കേരള വിരുദ്ധരുടെ കൂടെ അവർക്ക് സഹായകമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് MP-മാരുടെ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ നില. അതവർക്ക് ഒരു കാരണവശാലും ജനങ്ങളെന്ന് മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകടനം സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ,
നവകേരള സദസ്സിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന സമരാഗ്നി അവർ പ്രഖ്യാപിച്ചത്. ഈ കേരളത്തിൽ ഒരു ജില്ലയിൽ പങ്കെടുത്ത നവകേരള സദസ്സിലെ മൊത്തം ആളുകൾ, അത്രയും ആളുകൾ ഈ സംസ്ഥാനത്താകെ സമരാഗ്നിയിൽ പങ്കെടുത്തു എന്ന് ഈ പറയുന്ന ജിൻഷാദിന് പറയാൻ വേണ്ടി കഴിയുമോ? പറയട്ടെ. പിന്നെ ഈ ആളുകളില്ലെന്ന് മാത്രമല്ല, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പാട്ടിൽ പാടിയിട്ടുണ്ട്, ഏറ്റം വന്നാൽ ഇത്ര വരാമോ? ആളേ ഇല്ലാത്ത 10 പേര് പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവിനും സംസാരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം അപമാനമായിട്ട് എന്താ ഉള്ളത്? KPCC അധ്യക്ഷൻ നേരിട്ട് പറയാണ്. ഒരു മിനിറ്റ് അല്ല, അതാണ് പറഞ്ഞത്. KPCC അധ്യക്ഷൻ, ഞങ്ങളല്ല പറഞ്ഞത്, KPCC അധ്യക്ഷൻ പറയാണ് ഇതെന്തൊരു നാണക്കേടാണ്, നിങ്ങളിങ്ങനെ എഴുന്നേറ്റ് പിന്നെ പോകാൻ വേണ്ടി പാടുണ്ടോ? അതുകൊണ്ട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, ഭാവിയിലെങ്കിലും എന്താ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ പോയവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളോടാണ് പിന്നെ പറയുന്നത്, നിങ്ങൾ ഭാവിയിലെങ്കിലും ഈ കാര്യം ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ എത്ര വലിയ അവിശ്വാസമാണ് കോൺഗ്രസിന് അണികൾക്ക് കോൺഗ്രസിനോട് ഉള്ളത് എന്നല്ലേ ആ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. പിന്നെ BJPയുടെ ആൾ പറഞ്ഞതിന് ചില മറുപടി ആവശ്യമുണ്ട്. അവർ എന്തോ വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്നല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കേട്ടതാണ്. 30 സീറ്റുകൾ നേടും പറഞ്ഞത് ചെറിയ ആളല്ല, പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. ഞാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് BJP കാൻഡിഡേറ്റ് കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഉണ്ടായതെന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. ഉള്ള ഒരു സീറ്റും പോലും പോയി, അതല്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നില. പിന്നെ നരേന്ദ്രമോദി എന്തോ മഹാകാര്യം ചെയ്തു. എന്ത് മഹാകാര്യ? ഇന്ന് ലോകത്തിലെ ആളോഹരി വരുമാനത്തിൽ 142ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, വിശപ്പ് പട്ടികയിൽ 111ാമത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. നരേന്ദ്രമോദി വന്നതിന് ശേഷം മാനവ വികസന സൂചികയിൽ 130 നിന്ന് 112ലേക്ക് നമ്മൾ താണു. ഹാപ്പിനെസ് ഇൻഡെക്സിൽ 117 126ലേക്ക് താണു. സ്ത്രീ പദവിയിൽ 131ലേക്ക് നമ്മൾ താണു. 110 148ലേക്ക് താണു. ഏത് കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടായി എന്നാണ്? ഇതുപോലെ ഈ നാട് ഗുരുതരമായിട്ട് പുറകോട്ടേക്ക് പോയ മറ്റൊരു കാലമുണ്ടോ? നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരിച്ചത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് മിണ്ടാൻ ഇവിടെ KPCC അധ്യക്ഷൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ 18 MPമാർ, UDF MPമാർ അവർ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ സ്വത്താകെ വിറ്റ് തുലക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചു, ഇവിടെ BJP ശ്രമിച്ചു. ഒരക്ഷരം ഉരിയാടിയോ ഈ MPമാരാരെങ്കിലും? അപ്പോൾ ഈ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ അവരില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ വിൽക്കുമ്പോൾ സംസാരിക്കാൻ അവരില്ല. ഇവിടെ KPCC അതിനുവേണ്ടി സംസാരിക്കുന്നില്ല. അവർക്ക് ഇടതുപക്ഷം എതിർക്കുക, ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് അന്യായമായ നിലപാട് BJP സ്വീകരിക്കുമ്പോൾ അവർക്ക് ഹല്ലേലൂയ പാടുക, ഇതല്ലേ അവർ സ്വീകരിക്കുന്ന നിലപാട്. പിന്നെ MPമാരുടെ പെർഫോമൻസ് സംബന്ധിച്ച് ഇതുപോലെ മോശമായിട്ടുള്ള പെർഫോമൻസ് മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അത് ഇടയ്ക്ക് നിങ്ങൾ ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും മികച്ച MP എന്നുള്ള പേര് ജോൺ ബ്രിട്ടാസിന് കിട്ടിയതെന്ന് മാത്രമല്ല, അദ്ദേഹം അവാർഡിന് അർഹമായല്ലോ. പിന്നെ അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുക? ഇവിടെ ഏറ്റവും മികച്ച MP ആയിട്ട് രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ജോൺ ബ്രിട്ടാസാണ്. പിന്നെ അദ്ദേഹം മോശമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി കഴിയും? അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വാട്ടർലൂ ആണ് എന്നുള്ള സംശയം അവരെ സംബന്ധിച്ച് നല്ലതുപോലെയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ബേജാറ്. ആ ബേജാറ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തീരും. അത് വസ്തുതയാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ വെപ്രാളം മലയാളിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ആ കാര്യം സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിന്റു നോക്കൂ, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും കൊണ്ട് രക്ഷയില്ല എന്നത് കൂടിയാണ് പ്രകാശ് മാസ്റ്റർ പറഞ്ഞതിന്റെ ആകെത്തുക. ഈ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ രാജ്യം ഏറെ പിന്നിലേക്ക് പോയ 10 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. പ്രിന്റു, അതൊക്കെ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യാതിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ എളുപ്പമാകില്ല. പ്രിന്റു, അത് പ്രകാശ് മാഷൊക്കെ പറയാം. ഈ പ്രകാശ് മാഷ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ ആളുകളൊക്കെ ഈ ഇൻഡെക്സ് സൂചികയുമായിട്ടൊക്കെ വരാറുണ്ട് ചില സമയത്ത്. ഇപ്പൊ ആഗോള ഇൻഡെക്സ് സൂചികയിൽ ഭാരതം 112ാം രാജ്യത്ത് സ്ഥാനത്താണ്, അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളൊക്കെ പിറകിലാണെന്ന് പറയുന്ന ഇൻഡെക്സ് സൂചിക കണ്ടുപിടിച്ച ആളുകളുടെ നല്ല മനസ്സിന് നല്ല നമസ്കാരം. അത്രയും നമ്മളെ സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ച സർക്കാരാണ്. 10 കോടി ജനങ്ങൾക്ക് വീട് നൽകിയ സർക്കാരാണ്. 10 കോടി ജനങ്ങൾക്ക് കുടിവെള്ളം നൽകിയ സർക്കാരാണ്. ഈ രാജ്യത്തിലെ ഒരു വീട്ടിൽ പോലും നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയുടെ ഗുണം കിട്ടാത്ത ഒരു വീട് പോലും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടു എന്നുള്ള ഗുണഭോക്താക്കളും അസിത അങ്ങനെ പറയരുത്. അസിതയ്ക്ക് വാക്സിൻ കിട്ടിയോ?
അസിത അല്ല അത് നിങ്ങളുടെ ഔദാര്യമല്ലല്ലോ. എന്താണ് പ്രിന്റു ഇത്? ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചത് എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ BJP-യുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഫ്ലെക്സുകളിലൊക്കെ നരേന്ദ്രമോദിയുടെ ഗുണഭോക്താക്കൾ എന്ന പേരിൽ എന്റെയും ലാലിന്റെയും പ്രകാശ് മാസ്റ്ററുടെയും ജിൻഷാന്റെയും ഒക്കെ ഫോട്ടോ വരും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചത്. പിന്നെ വാക്സിൻ നിങ്ങളുടെ ഔദാര്യമൊന്നും അല്ലല്ലോ പ്രിന്റു. വാക്സിൻ അസിത പണം കൊടുത്തിട്ടാണ് മേടിച്ചത്. ലാലും ഹസിതയും പ്രകാശം മാഷും ഒക്കെ. ഞാൻ പറഞ്ഞത് അത് നരേന്ദ്രമോദിയുടെ പദ്ധതിയല്ലേ? ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായിട്ട് നരേന്ദ്രമോദിയുടെ പദ്ധതിയോ വാക്സിൻ? എന്താണ് പ്രിന്റു? അല്ല പിന്നെന്താ ഈ രാജ്യം, ഞാൻ പറയുന്നു ഈ രാജ്യം മുഴുവൻ വലിയ അപകടകരമായ സാഹചര്യത്തിൽ പോകുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി വാക്സിൻ നൽകിയ സർക്കാരാണ്. അപ്പോ അസിത അതിന്റെ ഗുണഭോക്താവല്ല എന്ന് പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അസിതയെ പോലെയുള്ള വായിൽ വെള്ളിക്കരണ്ടിയിൽ ജനിച്ച ആളുകൾക്ക് ചിലപ്പോ റേഷനരി വേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ഈ രാജ്യത്തിലെ അതിദാരിദ്ര്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഈ കേരളത്തിൽ മാത്രം 40 ലക്ഷം അതിദാരിദ്ര്യന്മാർക്കാണ് നരേന്ദ്രമോദി സർക്കാർ നൽകുന്നത്. വായിൽ വെള്ളിക്കരണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുന്നത് കേട്ടോ. റേഷൻ, മണ്ണെണ്ണ വിഹിതം എല്ലാം പോട്ടെ, ഈ FCA വഴി വിതരണം ചെയ്യുന്ന അരി സംസ്ഥാനങ്ങൾക്ക് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് പ്രിന്റു? ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കിയത് ആരാണ് പ്രിന്റു? അല്ല, ഇവിടത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുള്ള നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കേരളത്തിലും ദക്ഷിണേന്ത്യയിലടക്കം 50-ൽ പരം സീറ്റുകൾ, അതായത് കർണാടകം, കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രയിൽ നിന്ന് 50-ൽ കൂടുതൽ സീറ്റ് നമുക്ക് വീണ്ടും നമുക്ക് കാണാമല്ലോ സിത. അടുത്തൊരു ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് 50 സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. നേരത്തെ ലാല് പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമുണ്ട്, അമേത്തിയിൽ എന്താ രാഹുൽ ഗാന്ധി മത്സരിക്കാത്തതെന്ന്. നിങ്ങൾ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ട്. ഈ റായ്ബറയിൽ നിന്ന് സോണിയാഗാന്ധി ഒളിച്ചോടി. എന്തിനാ? നിങ്ങൾ മനസ്സിലാക്കണം. റായ്ബറയിൽ നിന്ന് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിലേക്ക് സോണിയാഗാന്ധി ഒളിച്ചോടി. അപ്പൊ അതിനർത്ഥം ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇനി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തരത്തിലും തിരിച്ചു വരുന്നില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് കോൺഗ്രസ്. വീണ്ടും ഗൗരവകരമായ വിഷയങ്ങളിലേക്ക് മടങ്ങി വരേണ്ട ഘട്ടം. ജിൻഷാദ് നോക്കൂ, ഇപ്പോൾ ലാൽ ഉന്നയിക്കുന്ന കാര്യം, പ്രിന്റു ഉന്നയിക്കുന്ന കാര്യം, അതായത് ഒരു വലിയ പോരാട്ടമാണ്. അത് നമുക്കറിയാമല്ലോ ജിൻഷാദ്. ഈ പ്രാദേശിക വികാരങ്ങൾക്കൊക്കെ അപ്പുറത്ത് രാജ്യം എന്നൊരു പൊതു ഫീലിലേക്ക് മാറേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ അവിടെ ഹെഡ് ചെയ്യുമെന്ന് കരുതുന്ന ആളുകൾ, ഇപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ എന്നൊരു സഖ്യം മുന്നണി, അവിടെയൊക്കെ ഹെഡ് ചെയ്യുമെന്ന് കരുതുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്ന് മത്സരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ ജിൻഷാദ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നാൽ ആനി രാജയാണ് എതിരെ. അപ്പോൾ ആനി രാജയ്ക്കെതിരെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വന്നാൽ എന്താകും ആ ചിത്രം? അക്ഷിത, ഞാൻ നേരത്തെ ശ്രീ ലാല് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ പിടിക്കാതെ നിന്നത്, സത്യത്തിൽ ഞാൻ അവസാനം ഇത് കൂടി കൂട്ടി മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അതല്ലാതെ മനഃപൂർവ്വം എസ്കേപ്പ് ആയതൊന്നുമല്ല. ഞാൻ അക്ഷിതയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് ഈ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഈ പ്രകാശൻ മാസ്റ്റർക്ക് അടിയന്തരമായിട്ട് ഒന്നിലെ ഇംഗ്ലീഷോ ഹിന്ദിയോ പഠിപ്പിക്കാനായിട്ട് ഏതെങ്കിലും വിദ്വാൻമാരുടെ അടുത്ത് പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇനി ഭാഷാ ചാതുര്യം ഇല്ലാത്തത് കൊണ്ടാണോ ഭാഷയെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഹൈബി ഈഡനും TN പ്രതാപനും ബെന്നി ബെഹനാനും രമ്യ ഹരിദാസും അടൂർ പ്രകാശിനെയും അതുപോലെ ഡീൻ കുര്യാക്കോസിനെയും എത്ര തവണയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? എന്തിൻ്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്തത്? ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ ഇവിടുത്തെ കർഷകരെ അടിച്ചമർത്തുമ്പോൾ ആ കർഷകർക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്ത് സംസാരിച്ചതിൻ്റെ പേരിൽ, വർഗീയത കൊണ്ട് ഈ രാജ്യത്തെ കീറി മുറിക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ മതേതരത്വം ഊട്ടി ഉറപ്പിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ, പ്രധാനമന്ത്രിയുടെയും അവരുടെ കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനിക്കും അംബാനിക്കും എതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ, ഇവിടുത്തെ രാജ്യത്തിൻ്റെ സ്പീക്കർക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ, പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് വിമർശിച്ചാൽ, റിലയൻസിന്റെ മുതലാളിയുടെയും അദാനിയുടെയും അംബാനിയുടെയും പേര് പറഞ്ഞതിന്റെ പേരിൽ എത്ര തവണയാണ് കോൺഗ്രസിന്റെ MP-മാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഈ കനൽ തരിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ കനൽ തരി എവിടെയെങ്കിലും സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. കാരണം ഞങ്ങളുടെ 19 MP-മാരോടൊപ്പം കനൽ തരിയെയും ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കനൽ തരിയും വേണം. ഇത് ഒരു ഫാസിസത്തിനെതിരുള്ള പോരാട്ടമാണ്. കാര്യം കേരളത്തിലെ CPM-ഉം കോൺഗ്രസുമായി നേർക്കുനേരം മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ഇവർ ജയിച്ച് ഡൽഹിയിൽ ചെല്ലുമ്പോൾ നമ്മൾ പോരാടുന്നത് സംഘപരിവാറിനെതിരെയാണ്. ഈ സംഘപരിവാറിനെതിരെ പോരാടുന്ന ഈ പ്രകാശൻ മാസ്റ്റർ പറയുക കോൺഗ്രസ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല, കോൺഗ്രസിൻ്റെ MP-മാരൊക്കെ അവിടെ പോയിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. എന്തൊരു മ്ലേച്ഛമായ വർത്തമാനമാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദിക്കട്ടെ അക്ഷിത, ഇപ്പം ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞല്ലോ. ഈ രാജ്യത്ത്
ഈ രാജ്യത്ത് തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് MK സ്റ്റാലിനെ ED വേട്ടയാടുന്നുണ്ട്, DK ശിവകുമാറിനെ ED വേട്ടയാടുന്നുണ്ട്, YSR കോൺഗ്രസിന്റെ ജഗൻമോഹനെ ED വേട്ടയാടുന്നുണ്ട്, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിനെ ED വേട്ടയാടുന്നുണ്ട്, അതുപോലെ മമതാ ബാനർജിയെ ED വേട്ടയാടുന്നുണ്ട്. ആരൊക്കെയാണോ BJPക്ക് എതിരെ സംസാരിക്കുന്നത്, നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന മുഴുവൻ മുഖ്യമന്ത്രിമാരെയും EDയോ NIO CBIയോ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആ മുഖ്യമന്ത്രിയെ വേട്ടയാടണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദമുണ്ട്, മുഖ്യമന്ത്രിയുടെ PA നേരിട്ട് ജയിലിൽ കിടക്കുന്ന ലൈഫ് പദ്ധതിയിലെ അഴിമതിയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കടത്തുണ്ട്. എന്തേ ഈ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഈ സംഘപരിവാറിന്റെ ED വിളിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു FIR ഇട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കുപോക്ക് നടന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? പിണറായി വിജയൻ ഊരിപ്പിടിച്ച വാളിനടിയിലൂടെ നടന്നു വന്ന അദ്ദേഹത്തിന്റെ മലയാളം അങ്ങനെയാകാമെന്ന് എന്താ ചിന്തിക്കാത്തത്? ഞാൻ അത് കൊണ്ട് ഞാൻ വരാം, അതിലേക്ക് വരാം. ശരി, ഞാൻ ചോദിച്ച അമേഠിയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് പ്രകാശ് മാസ്റ്ററിലേക്ക് പോകണം. അതുകൂടി വേഗം സമയം ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ അമേഠി കൂടി പറയാം. നിങ്ങളുടെ ചോദ്യം നന്നായി, ഞാൻ അതിലേക്ക് കൂടിയാണ് വരുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് സംഘപരിവാർ ഇപ്പൊ പിണറായി വിജയനെ വേട്ടയാടണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരു കുറ്റവും ചെയ്യാത്ത അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാരെ ED മനഃപൂർവ്വം വേട്ടയാടുമ്പോൾ ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോവുകയാണ്. ഇത്തരത്തിലാണ് സാഹചര്യം ഈ രാജ്യത്ത്. നമ്മൾ ഫാസിസത്തിനെതിരെയാണ് പോരാടുന്നത്. ഈ രാജ്യത്ത് ഇന്നത്തെ ഫാസിസം നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമുണ്ടോ? ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസോ മകളോ ബന്ധപ്പെട്ട് ഒരു കേസിനും EDക്ക് താല്പര്യമില്ല. തൃശ്ശൂരിൽ വന്നപ്പോൾ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, മര്യാദക്കല്ലെങ്കിൽ എന്താണ് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് വെച്ചേക്കാണ്, ഒരു പെൻഡിങ് എന്ന് പറയുന്നത് പോലെ. മറ്റേ സ്ഫടികൻ സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ, തോമാച്ചായൻ നിന്റെ കേസ് അവധിക്ക് വെച്ചേക്കുവാണെന്ന് പറയുന്ന പോലെ. എന്താ കാര്യം? തൃശ്ശൂരിൽ CPIയെ കാലുവാരി CPM അവിടെ സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചില്ലെങ്കിൽ, അതാണ് ഇതിനകത്തെ രാഷ്ട്രീയ അജണ്ട. വിജയിപ്പിച്ചില്ലെങ്കിൽ പിണറായി വിജയൻ ജയിലിൽ കിടക്കുമെന്ന് പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി പോലും. അതുപോലെ പിന്നെ അമേഠിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. അമേഠി മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലമാണ് അമേഠി. ആ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന് ഈ രാജ്യത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിലേക്കൊക്കെ ചർച്ച വരുന്നതിലുള്ളൂ. രാഹുൽ ഗാന്ധി ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കും, ചിലപ്പോൾ 2 മണ്ഡലത്തിൽ മത്സരിക്കും, ചിലപ്പോൾ 3 മണ്ഡലത്തിൽ മത്സരിക്കുമായിരിക്കും. അമേഠിയിൽ മത്സരിക്കില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തുടക്കത്തിൽ ഈ ചർച്ചയിൽ പറഞ്ഞില്ലേ, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ്. അത് ഇപ്പൊ സ്മൃതി ഇറാനി എവിടെ ഇരുന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞ് സ്മൃതി ഇറാനിക്കൊക്കെ അപ്പോൾ മറുപടി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ? രാഹുൽ ഗാന്ധി ഇവിടെ ഈ രാജ്യത്തെ സംഘപരിവാറിനെതിരെയുള്ള ഭാരത് ജോഡോ ന്യായ് യാത്രയിലാണ്. ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി. പിന്നെ പ്രകാശ് മാസ്റ്റർ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഇവിടെ കോൺഗ്രസിന്റെ എംപിമാര് എന്തുണ്ടാക്കിയെന്ന് താങ്കൾ ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷകരുടെ ദേഹത്ത് BJPയുടെ കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം പിടിച്ച് കയറ്റി കൊന്നപ്പോ നിങ്ങളുടെ ഏതെങ്കിലും നേതാവ് അവിടെ പോയോ? കോൺഗ്രസിന്റെ നേതാക്കന്മാരും എംപിമാരും അവിടെ എത്തി. 400ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടരിച്ച് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് വിവസ്ത്രയായി തെരുവിലൂടെ നടത്തിച്ച് അവരുടെ മുഴുവൻ സ്വത്തുക്കളും അവരുടെ സാധനങ്ങളും ചുട്ടരിച്ച് നശിപ്പിച്ചു കളഞ്ഞിട്ട് വീടില്ലാത്തവർ, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, അല്ലല്ല അഷിത പറഞ്ഞു പോവല്ലേ? അല്ല, ജിൻഷാദ് പറഞ്ഞത് ആരെങ്കിലും പോയോ? പിന്നെ ഐതിഹാസികമായ സമരം നടന്നത് 350 ദിവസക്കാലാണ്. ആ സമരത്തിനകത്ത് നേരിട്ട് പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കോൺഗ്രസിന്റെ MP 350 ദിവസക്കാലം ഡൽഹിയിൽ നടന്ന സമരത്തിൽ അവിടെ പോയിട്ടുണ്ടെന്ന് പറയട്ടെ. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ശകം ശരിയാവില്ല. ഈ കേരളം നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു MP കേരളത്തിന് വേണ്ടി സംസാരിച്ചു ലോകസഭയിൽ എന്ന് പറയട്ടെ? ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നിങ്ങളിപ്പോൾ പിണറായി വിജയനെ ആക്രമിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ ഇത്രയേറെ വ്യക്തിപരമായിട്ട് EDയും അതുപോലെ CBIയും എല്ലാം ആക്രമിച്ച വേറെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാട്ടെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, സ്വർണ്ണക്കടത്ത്.
അതിൻ്റെ കേന്ദ്രമാണ് CM ഓഫീസ് എന്നല്ലേ നിങ്ങൾ നടത്തിയ പ്രചാരവേല? അതിന് ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്തത്? ഡിപ്ലോമാറ്റിക് കള്ളക്കടത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ നിങ്ങൾ ലക്ഷ്യം വെച്ചത്? അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി. ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിക്കും മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് ഉള്ള ആക്ഷേപം പറയാൻ വേണ്ടി പറ്റുന്ന ആക്ഷേപമാണോ പറഞ്ഞിരിക്കുന്നത്? ഇതിനെല്ലാം ആക്ഷേപത്തിൻ്റെ വേട്ടപ്പട്ടികൾ BJP ആണെങ്കിലും വേട്ടപ്പട്ടികൾ ഓടിക്കുന്നവരാ കോൺഗ്രസ് അല്ലേ? ഇവിടെ സുധാകരനും അതുപോലെ തന്നെ VD സതീശനല്ലേ ഈ വേട്ടപ്പട്ടികൾ ഓടിക്കുന്നത്? എന്താ നിങ്ങൾ ഓടാത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? ഇന്ത്യയിലെമ്പാടും ED കോൺഗ്രസിന് BJP-ക്കാർ ഉപയോഗിക്കുമ്പോൾ കേരളത്തിൽ വരട്ടെ ED, വരട്ടെ CBI, വരട്ടെ ആളുകൾ പറയുന്നാരാ? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആളല്ലേ? കേരളത്തിലെ കോൺഗ്രസിൻ്റെ MP-മാരല്ലേ? എന്നിട്ടെന്തോ പിണറായി വിജയനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ കേരളത്തിലിപ്പോൾ നിങ്ങൾ BJP-ക്കാർ പറഞ്ഞല്ലോ എന്തോ വലിയ നിലക്ക്. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, ഇത് UN-ൻ്റെ കണക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നരേന്ദ്രമോദി 2014 പറഞ്ഞു വില കുറക്കും ഡീസലിന്റെ, പെട്രോളിന്റെ, ഗ്യാസിന്റെ. അന്ന് നിങ്ങൾക്കെല്ലാം പറയും 40 രൂപയ്ക്ക് അടുത്താണ് വില. ഇപ്പോൾ 100 രൂപയ്ക്ക് മേലെയാണ്. ഈ അതുപോലെ തന്നെ 462 രൂപ ഗ്യാസിന് ഇപ്പോൾ 1000 മേലെയാണ്. 2 കോടി പേർക്ക് പണി കൊടുക്കുന്നു പറഞ്ഞല്ലോ നരേന്ദ്രമോദി. ഈ 10 കൊല്ലക്കാലം കൊണ്ട് 20 കോടി പേർക്ക് പണി കൊടുക്കണ്ടേ? 1 കോടി പേർക്ക് പണി കൊടുത്തോ? മിണ്ടാനുണ്ടായോ ഈ കോൺഗ്രസ് എവിടെയെങ്കിലും? കോൺഗ്രസ് ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ 160 ഖനികൾ വിറ്റു ഇന്ത്യ രാജ്യത്ത്. കോൺഗ്രസിന്റെ MP-മാർ എന്താ സ്വീകരിച്ച നിലപാട്? ഇവിടെ ബാബരി പള്ളി സ്ഥലത്ത് രാമന്റെ ക്ഷേത്രങ്ങളിൽ അവിടെ കൊണ്ടുപോയിട്ട് മിണ്ടായിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്. ഇവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. BJP നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യായങ്ങൾക്ക് കൂട്ടു നിൽക്കുകയാണ് നിങ്ങൾ. കാരണം നിങ്ങളാണ് ഇത് ആരംഭിച്ചത്. ഇപ്പോൾ രാജ്യത്തിലെ സ്വത്തെല്ലാം വിറ്റു തുലക്കുന്നു. ആരാരംഭിച്ചതാ? കോൺഗ്രസ് ആരംഭിച്ചതല്ലേ? അതല്ലേ ഇവർ പിന്തുടരുന്നത്? നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പൗരത്വ ബില്ല് വന്നു. എന്താ നിങ്ങളുടെ നിലപാട്? ഈ കേരളത്തിലെടുത്ത നിലപാട് എന്താ? നിങ്ങൾ പലസ്തീൻ വിഷയം വന്നു. എന്താ നിങ്ങളുടെ നിലപാട്? ഇവിടെ BJP-യുടെ ഈ അന്യായങ്ങൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത വിദേശ നയം ആ പരിപൂർണ്ണമായിട്ട് പൊളിച്ചല്ലോ നരേന്ദ്രമോദി. മിണ്ടാൻ വേണ്ടി ഉണ്ടായോ നിങ്ങൾ ആരെങ്കിലും? അയോധ്യയിൽ രാമൻ്റെ ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി. എന്താ നിങ്ങളെടുത്ത നിലപാടെത്താ? അതിന് കൂടെ നിൽക്കുകയല്ലേ? നിങ്ങൾ കുറേ ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോയി, നിങ്ങൾ കുറേ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ചു. നിങ്ങളിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നില്ല. ഇപ്പോൾ എത്രയോ കാലമായിട്ട് ചേരിചേര രാജ്യങ്ങളുടെ നേതാവല്ലേ ഇന്ത്യ രാജ്യം? ഇപ്പോഴാണോ? ആരെ നഷ്ടപ്പെടുത്തിയത്? നരേന്ദ്രമോദിയല്ലേ? ഉരിയാടനുണ്ടായിട്ടുണ്ടോ ഈ കോൺഗ്രസ്? അപ്പോൾ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ നിലപാട് അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ UDF-ഉം അതുപോലെ കോൺഗ്രസും. അവിടെ അത് കുറെ കൂടി പ്രകടനത്ത് മാത്രമേ ഉള്ളൂ. കേരളത്തിന് ഈ കോൺഗ്രസിന്റെ MP-മാരെ കൊണ്ട് ഒരു കാര്യവും നേടാനായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. കേരളത്തിൽ ഒരു ന്യായമായ കാര്യം പറയാൻ അവരില്ല. എന്തിന്? മുഖ്യമന്ത്രി 2 തവണ തീരുമാനിച്ചല്ലോ നിങ്ങളെ വിളിച്ചിട്ട് ഇവിടെ കേരളത്തിലെ വിഷയങ്ങൾ വെച്ചുകൊണ്ട് മെമ്മറാണ് കൊടുക്കേണ്ട സംയുക്തമായിട്ട്. ഈ കേരളത്തിലെ UDF-ന്റെ MP-മാർ അതിൽ ഒപ്പിട്ടോ? കോൺഗ്രസിന്റെ MP-മാർ അതിനകത്ത് വന്നോ? ഇന്ത്യ രാജ്യമെമ്പാടും കേരളത്തിൻ്റെ സമരത്തിന് ഡൽഹിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വരാൻ വേണ്ടി കഴിഞ്ഞോ? അതിന് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നുവെന്നാണ്. നിങ്ങളോട് ജനം മറുപടി പറയിക്കുന്നതിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങളുടെ MP-മാരുടെ പ്രവർത്തനം ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം നള്ളിഫൈഡ് ആണ്. അതിൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് കാണുമെന്നുള്ളതാണ്. ഞാൻ വരാം. ജിൻഷാദ്, ലാൽകുമാർ, പ്രിന്റു, ഒപ്പം തന്നെ പ്രകാശ് മാസ്റ്റർ. ജിൻഷാദ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 32 നേതാക്കളാണ് BJP-യിൽ ചേർന്നത് എന്നൊരു കണക്ക് ഇന്നൊരു മുഖ്യധാര മലയാള പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ അശോക് ചവാൻ ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകളും കോൺഗ്രസിൽ നിന്നുമാണ്. ജിൻഷാദ, ഹിമാചൽ പ്രദേശിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഒഡീഷയിൽ നിന്ന് ഒരാൾ പോയി എന്ന് കേൾക്കുന്നു. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ജിൻഷാദ നിങ്ങളെ വിശ്വാസത്തിലെടുക്കുക? അഷിത, എനിക്ക് ഒരു 2 മിനിറ്റ് സമയം തരണം. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഈ ചർച്ചയിൽ മൈക്ക് ഓഫ് ചെയ്യുന്ന പരിപാടി ശരിയല്ല. കാരണം എനിക്ക് ഈ 3 പേർക്ക് മറുപടി കൊടുക്കാനുള്ള ഒരാളാണ്. ഇതൊരു ജനാധിപത്യമുള്ളൂ. ഇത് കേരള നിയമസഭ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതേ സ്ഥിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾ നേരിടുന്നത്. മൈക്ക് ഓഫ് ചെയ്യുന്നത് ശരിയല്ല. അത് വൃത്തികെട്ട പരിപാടിയാണത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത് കേരളത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നെന്ന്.
കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 6 മാസത്തെ പെൻഷൻ മുടങ്ങിക്കിടന്നതിനെതിരെ ഒരു കരിങ്കൊടി കാണിച്ചതിന് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ തല ചടിച്ചട്ടി അടിച്ച് പൊട്ടിച്ച ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഗുണ്ട മുഖ്യമന്ത്രിക്കും അവരോടൊപ്പം പോയി ഡൽഹിയിൽ സമരം ചെയ്യാൻ UDF-നും കോൺഗ്രസിനും സൗകര്യമില്ലെന്നേ. അത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാ. ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങൾക്ക് അല്ലാണ്ട് സമരം ചെയ്യാൻ അറിയാം. ഞങ്ങളുടെ കോൺഗ്രസും എല്ലാം കേരളത്തിലും ഡൽഹിയിലും ഒട്ടനവധി സമരങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. മിനിമം ഈ അഡ്വക്കേറ്റ് ലാലൊക്കെ ഉണ്ടല്ലോ, ഒരു കുഴപ്പക്കാരനല്ലാത്ത ഒരാളാണ്, ഒരു മാന്യനാണ് അദ്ദേഹം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പച്ച നുണ ഈ മനുഷ്യൻ വന്നിരുന്ന് ഈ പ്രകാശൻ മാസ്റ്ററൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് കിട്ടുന്ന അവസരത്തിലൊന്ന് തിരുത്തി കൊടുക്കെങ്കിലും വേണം. NRC CAയിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കർഷക സമരത്തിൽ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. അഗ്നിപഥിന് വേണ്ടി എന്ത് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. ഈ പട്ടാളത്തിലേക്കൊക്കെ ഉള്ളത് ഈ RSSൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒക്കെ വേണ്ടി ഈ രാജ്യം മുഴുവൻ സമരം നടത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഈ CPM ഒന്നും അല്ല. നിങ്ങളുടെ പ്രകാശ് കാരാട്ടോ ബൃന്ദ കാരാട്ടിനോ ഒന്നും മരുന്നിന് പോലും ഒരു സ്ഥലത്ത് കാണാൻ പോലും ഉണ്ടായില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് ഈ കോൺഗ്രസിൽ നിന്നും ഒരുപാട് ആളുകൾ പോയിരുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്, താങ്കൾ പറയുന്നതിൽ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കോൺഗ്രസിൽ നിന്ന് പോകുമ്പോൾ ഈ കോൺഗ്രസിലേക്ക് വരുന്നതിനെക്കുറിച്ച് CPM ഒന്ന് പറയണ്ടേ? നമ്മുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവർക്ക് വലിയ ആവേശമാണ്. തിരിച്ച് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ഈ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇവർ ഒരു കാര്യം വേണ്ടിയില്ല. BJPയിൽ നിന്നും കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടർ കോൺഗ്രസിലേക്ക് വന്നു. ഏതെങ്കിലും CPM-കാരൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയോ? എവിടെയെങ്കിലും സംസാരിച്ചോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് JDS-ൽ നിന്നും BJPയിൽ നിന്നും ഒരു ഡസൻ കണക്കിന് നേതാക്കന്മാരും MLA-മാരും MP-മാരാണ് കോൺഗ്രസിലേക്ക് വന്നത്. അതിനെക്കുറിച്ച് CPM മിണ്ടിയില്ല. ഇപ്പോൾ തെലങ്കാനയിലെ TRS-ൻ്റെ MP മിസ്റ്റർ വെങ്കടേഷ് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് CPM മിണ്ടത്തില്ലെന്നേ. പിന്നെ ഇത് പോകുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമാണോ? BJP ഈ രാജ്യത്ത് മുഴുവൻ ജനാധിപത്യത്തെ കടക്കൽ കത്തിവെക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മഹാരാഷ്ട്രയിൽ NCPയെ രണ്ടാക്കിയില്ലേ? ഒരു ഭാഗം അവർ കൊണ്ടുപോയി. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേനയിലെ ഉദ്ധവ് ഠാക്കറയുടെ പാർട്ടിയെ രണ്ടാക്കിയില്ലേ? ഒരു ഭാഗം അവർ കൊണ്ടുപോയി. ഇതുപോലെ തന്നെ മറ്റ് മമതാ ബാനർജിയുടെ പാർട്ടി അവരെ വേട്ടയാടുകയല്ലേ? പിന്നെ നിങ്ങളുടെ ത്രിപുരയിലെ അവസ്ഥ എന്താ? ഞാൻ ത്രിപുരയിലെ അവസ്ഥയെ കളിയാക്കുന്നതല്ല. ത്രിപുരയിൽ CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ CPM-ൻ്റെ പ്രവർത്തകരും പാർട്ടി ഓഫീസും ഒരുമിച്ചാണ് BJPയിലേക്ക് പോയത്. പിന്നെ ബംഗാളിലെ അവസ്ഥ എന്താ? 30 വർഷത്തോളം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഭരിച്ച് ആ സംസ്ഥാനത്തിൻ്റെ ചോരയും നീരും മജ്ജയും മാംസവും ഊറ്റിയെടുത്ത CPM പാർട്ടിയുടെ ജ്യോതി ബസുവിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കാൻ പേരിന് പോലും ഒരു CPM-ന് MLA ഇല്ലാത്ത ഗതികേടിൽ വന്നില്ലേ? അവിടെയെല്ലാം പാർട്ടി ഓഫീസും ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ BJPയുടെ കയ്യിലല്ലേ? ഇതുപോലെ ആം ആദ്മിയുടെ MLA-മാർ BJPയിലേക്ക് പോകുന്നില്ലേ? സമാജ്വാദി പാർട്ടിയുടെ MLA-മാർ BJPയിലേക്ക് പോകുന്നില്ലേ? BSPയുടെ പോകുന്നില്ലേ? എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുന്നത് കോൺഗ്രസിലേക്കുണ്ട്. അതിനെക്കുറിച്ച് CPM പറയില്ല. കാരണം ഇനി അമിത്ഷാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താ? ബംഗാളിലെ മമതാ ബാനർജിയുമായുള്ള കോൺട്രവേഴ്സിയിൽ അമിത്ഷാ പറഞ്ഞത് എന്താ? ഇതിനും ഭേദം ബംഗാളിൽ CPM ആയിരുന്നു. CPM ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കേരളത്തിൽ അവർക്ക് CPM-നെ അവർക്ക് വലിയ താല്പര്യമാണ്. ഇവരിതെല്ലാം പറയുമ്പോഴും അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ ഭാഗമായി കേരളത്തിലും ഇന്ത്യ രാജ്യത്തും കോൺഗ്രസിന്റെ സർക്കാർ വരരുത് എന്ന ആഗ്രഹമേ BJPക്കുള്ളൂ. അതിന്റെ കാരണം എന്താ? ഇവിടെ അടച്ചിട്ട റൂമിൽ ശ്രീ M-മായി ചർച്ച നടത്തുക. കൊടകരയിലെ കുഴൽപ്പണം ഒരു FIR-ൽ ഈ പറയുന്ന സുരേന്ദ്രന്റെ പേരുണ്ടോ? ഏതെങ്കിലും BJPയുടെ പ്രമുഖന്റെ പേരുണ്ടോ? അടച്ചിട്ട മുറിയിലെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് NK പ്രേമചന്ദ്രനുമായിട്ടാണ് കഴിഞ്ഞ ദിവസം. അദ്ദേഹം ഏത് പാർട്ടിയിലാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ജിൻഷാദ പ്രിന്റു ചെറിയൊരു കമന്റ് നോക്കൂ. ഇപ്പോൾ ജിൻഷാദ് നിരത്തിയ കണക്കുകളെല്ലാം കൂടി നോക്കുമ്പോൾ മാത്രമല്ല ഈ BJPയുടെ ജിൻഷാദ് സമയമില്ല. പ്രിന്റു നോക്കൂ, ചെറിയ കമന്റ് ആണ് വേണ്ടത്. പ്രിന്റു, ഈ മണി പവർ കൊണ്ട് നേടാം ഈ തെരഞ്ഞെടുപ്പിനെ എന്നാണോ BJPയുടെ വിശ്വാസം? 10 സെക്കൻഡ് അങ്ങനെയൊന്നുമല്ല. ഇത് BJPക്ക് 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് BJP. 18 സംസ്ഥാനങ്ങൾ സഖ്യകക്ഷികളടക്കം. ഒരു മിനിറ്റ് ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ ജിൻഷാദ്. സമയമില്ലാത്തതുകൊണ്ടാണ്. പ്രിന്റു പറയൂ, വളരെ വേഗം. അജിത, 52 സീറ്റ് ഉള്ള കോൺഗ്രസ്, അതിൽ 19 സീറ്റ് കേരളം. അതിൽ 19 സീറ്റിൽ 8 സീറ്റോ 5 സീറ്റോ 4 സീറ്റോ കോൺഗ്രസിന് എത്രയാണെന്ന് പോലും നിശ്ചയമില്ല കിട്ടാൻ പോകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 18 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള കക്ഷിയാണ് BJP. അതിൽ 14 വലിയ സംസ്ഥാനങ്ങളിലാണ് ഞങ്ങൾ ഭരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം ദുർബലമാണ്. അത് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ദുർബലമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കാണ് ഞങ്ങൾക്ക് മാർക്കിടുന്നത്.
ആ മാർക്കിടലായിരിക്കും ഞങ്ങൾ മുന്നിൽ വെക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ടാണ് 372 സീറ്റ് നേടിക്കൊണ്ട് ഈ ഭാരതത്തിൽ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് നരേന്ദ്രമോദി ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. ശരി, അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ശരി, അത് ക്ലിയർ ആണ്. ലാൽ നോക്കൂ, അവസാനിപ്പിച്ചോളൂ. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെയും ഉണ്ട്, അധികം സമയമില്ല. അതിനുകൂടി ഞാൻ ഈ ചർച്ചയിൽ ബഹളത്തിനിടയിൽ മുങ്ങിപ്പോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സമരാഗ്നിയുടെ വേദിയുടെ പിന്നിൽ നോട്ട് എണ്ണുന്ന യന്ത്രം കൊണ്ട് അവിടെ കിട്ടിയ പണം എണ്ണുന്ന ജ്യോതികുമാർ ചാമക്കാല. യെസ് ലാൽ, അതുകൂടി ചേർത്ത് അവസാനിപ്പിച്ചോളൂ. അല്ല, നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പണം പിരിക്കുകയും പണം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും ആളില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പണം വരുന്നുണ്ട്, പണം വരാതെ പറ്റത്തില്ലല്ലോ. പണം ഈ പരിപാടി നടത്തുന്ന തന്നെ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. നമുക്ക് ശക്തി കാണിച്ച് നമുക്ക് പരമാവധി പിടിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. ജിൻഷാദ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, അതിനിപ്പോ പറയേണ്ട കാര്യം എന്താന്ന്. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളെ തോപ്പിച്ച ഒരാൾ, എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധിയെ തോപ്പിച്ച ഒരാൾ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുമ്പം അതിന് കാര്യമുണ്ട്. ആരോ ഒരാളല്ല സ്മൃതി ഇറാനി, ഉള്ള കാര്യം ഉള്ളവർ പറയണമല്ലോ. എനിക്ക് സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയത്തോട് ഒട്ടും യോജിപ്പില്ല. പക്ഷെ സ്മൃതി ഇറാനി വെല്ലുവിളിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തോപ്പിച്ച ശേഷമാണ്. അവരൊരിക്കൽ നിങ്ങളെ തോപ്പിച്ചു, ആ തോപ്പിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വീണ്ടും വരൂ, ധൈര്യം ഉണ്ടേ വരൂ എന്ന് പറയുമ്പം ഞങ്ങളത് പിന്നെ തീരുമാനിച്ചോളാം, ഞങ്ങളത് ഇപ്പോഴല്ല തീരുമാനിക്കുന്നത്, ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കും, 540 ഇടത്തും വേണമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് പറയുന്ന ആ മറുപടി അത് യുക്തിസഹമായ മറുപടിയല്ല. അദ്ദേഹം കൃത്യമായി ഞാൻ അങ്ങോട്ടില്ല, എനിക്ക് പേടിയാണ് വരാൻ എന്നുള്ള രീതിയിൽ വേണേൽ ഒഴിവാക്കാം. പിന്നെ ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പ്രിന്റു പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവർ റായ്ബറേലിയിൽ മത്സരിക്കാത്തത്, രാജ്യസഭയിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവർ റായ്ബറേലിയിൽ ഭയന്ന് കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ വൈൻഡപ്പ് ചെയ്യണം. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് സാധ്യതയുള്ള വിഷയമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൂടുതൽ അടുക്കുമ്പോൾ. വളരെ നന്ദി എൻ പ്രകാശം മാസ്റ്റർ, ജിൻഷാദ് ജിന്നാസ്, ലാൽകുമാർ, പ്രിന്റു മഹാദേവ്, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.